Welcome to Annie's Kitchen and you're watching Annie's Kitchen with Annie. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു പ്രത്യേകതരം റെസിപ്പിയാണ്. പ്രത്യേകതരം എന്ന് പറഞ്ഞാൽ പേടിക്കൊന്നും ചെയ്യല്ല. എന്നാണെന്നറിയാമോ, നമ്മൾ എപ്പോഴും ഈ ശരിക്കും പറഞ്ഞാൽ മീനിനകത്താണ് കൂടുതൽ പരീക്ഷണങ്ങൾ നടത്തുന്നത്. പക്ഷേ ഇപ്രാവശ്യം ഞാൻ വെജിറ്റേറിയൻ അല്ല, നോൺ വെജിറ്റേറിയൻ ആണ് ചെയ്യാൻ പോകുന്ന ഡിഷ്. അപ്പോൾ ഇന്ന് ചിക്കനിലാണ് ചെയ്യാൻ പോകുന്നത്. ചിക്കൻ കറിയിൽ ഒരു സ്പെഷ്യൽ കാര്യങ്ങൾ ചേർക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ മീൻ കറിയിൽ സാധാരണ പല മുരിങ്ങയ്ക്കായ ഇടും, പിന്നെ ടൊമാറ്റോ ഇടും, പുളിഞ്ചിക്കായ ഇടും, പിന്നെ മാങ്ങ ഇടും. ഇതെല്ലാം ഇട്ടേച്ച് നമ്മൾ മീൻ കറി പല രീതിയിൽ വെക്കുവേ. പക്ഷേ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ചിക്കനകത്ത് ഈ മാങ്ങ ഇട്ട് വെച്ചാൽ എങ്ങനെ ഉണ്ടാവും എന്നല്ലേ, ടെൻഷനേ ആക്കണ്ട. അപ്പം എല്ലാവരും പെട്ടെന്ന് അയ്യേ ഇതെന്തത് ചിക്കൻ കറിയിൽ മാങ്ങയോ, അങ്ങനെ ഇട്ടാലും നല്ലൊരു ചിക്കൻ കറി കിട്ടും കേട്ടോ. കുറച്ച് പ്രൊസീജിയേഴ്സ് ഉണ്ട്. അതായത് ചിക്കൻ ഇച്ചിരി മാരിനേറ്റ് ചെയ്ത് വെക്കണം, കുറച്ച് സ്പൈസി ആക്കണം. ഇത് വേണമെങ്കിൽ ഞാൻ ഇവിടെ വെക്കുന്ന എന്നാ ഡിഷാന്നേലും കൂട്ടിക്കോ. ഈ പറഞ്ഞ കൂട്ട് കുറച്ച് സ്പൈസി ആക്കണമെങ്കിൽ ആക്കാമെന്നേ ഉള്ളൂ. ഞാൻ ആ ഓപ്ഷൻ കംപ്ലീറ്റ്ലി എൻ്റെ പ്രേക്ഷകർക്ക് വിട്ടുതരുക. എനിക്ക് വീട്ടിൽ ഞാൻ പൊതുവേ ഇതെല്ലാം ചെയ്യുമ്പോൾ എനിക്ക് ഇച്ചിരി ഉപ്പും പുളിയും എരിവും വീട്ടിൽ പൊതുവേ ഇച്ചിരി കുറവാണ്. അതുകൊണ്ട് ഞാൻ അതേപോലെ ആയിരിക്കും ഇവിടെ ചേർക്കുന്നത്. ഇതിനകത്ത് വലിയ ടെൻഷനൊന്നുമില്ല. ഇതിനകത്ത് ഇൻഗ്രീഡിയൻസ് എന്നൊക്കെ പറയുന്നത് നമ്മൾ വീട്ടിൽ എപ്പോഴും ചെയ്യുന്ന ഇൻഗ്രീഡിയൻസേ ഉള്ളൂ. നമ്മുടെ വീട്ടിൽ നമ്മുടെ ഷെൽഫിലിരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ വെച്ചാണ് ചെയ്യുന്നത്. പച്ചമാങ്ങയാണെങ്കിൽ കുറച്ചുകൂടെ ഒരു പുളി കിട്ടും. പക്ഷെ പച്ച പഴുത്തത് ഒന്ന് മിക്സ് ചെയ്ത് വരുന്ന ഒരു ചെനപ്പുള്ള മാങ്ങയാണെങ്കിൽ അത് ഒരു ഇച്ചിരി മധുരവും ഇച്ചിരി പുളിയും എല്ലാം കൂടെ ചേർന്ന് കിട്ടുവേ. ഇനി ഇതിന് വേണ്ടിയ കാര്യങ്ങൾ എന്നാന്ന് വെച്ചാൽ, കുറച്ച് സവാള വേണം, പിന്നെ വേണ്ടിയത് കുറച്ച് വെളുത്തുള്ളി വേണം, പിന്നെ കുറച്ച് മുളക് പൊടി, ഞാൻ കാശ്മീരിയാണ് എടുക്കുന്നത്, കുറച്ച് വറ്റൽ മുളക്, ഇതും കാശ്മീരി മുളക്, പിന്നെ കുറച്ച് പെരുംജീരകപ്പൊടി, പിന്നെ കുറച്ച് തൈര്, പിന്നെ വേണ്ടിയത് കുറച്ച് ചിക്കനാണ്. ഇത് ഈ പറഞ്ഞ കൂട്ട് മട്ടണിലോ ഏത് മീറ്റിലും ഉണ്ടാക്കാൻ നോക്കും. ഇത് 1 കിലോ കോഴിയുണ്ട്. പിന്നെ സ്പൈസസ്, ഏലക്ക വേണം, പട്ട വേണം, കുറച്ച് മല്ലിപ്പൊടി വേണം, ഒരു ഇച്ചിരി ഗരം മസാല, കുറച്ച് ചെറിയ ഉള്ളി, പിന്നെ വേണ്ടിയത് ഒരു ഇച്ചിരി ടൊമാറ്റോ പ്യൂരിയ. ഇതില്ലെങ്കിൽ ടൊമാറ്റോ ഇടാം, അതും ഇല്ലെങ്കിൽ ടൊമാറ്റോ അരച്ച് ചേർക്കാം, ഇതും ഇല്ലെങ്കിൽ ഇച്ചിരി കെച്ചപ്പ് ചേർത്തേച്ചാലും മതി. കെച്ചപ്പ് ചേർക്കുമ്പോൾ ഒത്തിരി വലുതായിട്ട് ചേർക്കരുത്. പിന്നെ ഇതാ ഞാൻ പറഞ്ഞ മാങ്ങ, ഇത് ഇച്ചിരി ചെനച്ച മാങ്ങയാണ്. പിന്നെ കുറച്ച് തേങ്ങാപ്പാൽ വേണം, പിന്നെ കുറച്ച് ഉപ്പ്. പിന്നെ ഇതെല്ലാം നമുക്ക് ചെയ്യാനുള്ളത് കുറച്ച് വെജിറ്റബിൾ ഓയിലാണ്. ഇത്രയും സാധനമാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഫസ്റ്റ് ഒരു കാര്യം ചെയ്യൂ, ഐറ്റം 1 എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ട് അതാണ് നമുക്ക് ഫസ്റ്റ് ചിക്കനകത്ത് മാരിനേറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ അത് മാത്രം ടിക്ക് ചെയ്ത് പോയേച്ചാൽ മതി. ആദ്യം നമുക്ക് ഇതിനകത്ത് വേണ്ടിയ സാധനങ്ങൾ ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. ഒന്ന് വേണ്ടത് സവാളയാണ്. 1 കിലോ ചിക്കൻ ആണെങ്കിൽ നമുക്ക് 4 സവാളയാന്നു കണക്ക്. പക്ഷേ ഇവിടെ നമ്മൾ 50-50 റേഷ്യോസിലെടുക്കണം. അതായത് കുറച്ച് ചെറിയ ഉള്ളിയും കുറച്ച് വലിയ ഉള്ളിയും, അതായത് 2 സവാള ഒരു മീഡിയം സൈസ് എടുത്തേച്ചാൽ മതി. അപ്പോൾ സവാള വേണം, വെളുത്തുള്ളി, മുളക് പൊടി കാശ്മീരി ഞാൻ ഉപയോഗിക്കുന്നത്, സ്പൈസ് വേണ്ടിയോർ മറ്റേ ഒറിജിനൽ ഉപയോഗിക്കുക, പിന്നെ വറ്റൽ മുളക്, പിന്നെ പെരുംജീരകപ്പൊടി, പിന്നെ വേണ്ടിയത് തൈര്. ഇത്രയും സാധനമാണ് നമുക്ക് അരയ്ക്കാൻ വേണ്ടിയത്. അത് അരയ്ക്കാന്ന് പറഞ്ഞാൽ ഇച്ചിരി കൂടുതൽ അരച്ച് വെച്ച് പകുതി ചിക്കനകത്ത് മാരിനേറ്റ് ചെയ്യണം, പകുതി നമുക്ക് കറിയാക്കി എടുക്കാനുള്ളതാണ്. അപ്പോൾ ആ ക്വാണ്ടിറ്റി അനുസരിച്ച് വേണം അരയ്ക്കാൻ. പിന്നെ വേണ്ടിയത്, ഇതുണ്ടാക്കുന്നത് വെജിറ്റബിൾ ഓയിലാണ്. സ്പൈസസ് ആയിട്ട് ഗ്രാമ്പും പട്ടയും മാത്രം മതി. പിന്നെ വേണ്ടിയത് മല്ലിപ്പൊടി, ഗരം മസാല. ടൊമാറ്റോ ഉണ്ടെങ്കിൽ ടൊമാറ്റോ കുഞ്ഞായിട്ട് അരിഞ്ഞിടാം, അതല്ലെങ്കിൽ ടൊമാറ്റോ അരച്ച് ചേർക്കാം, ഇതും അല്ലെങ്കിൽ ടൊമാറ്റോ പ്യൂരി എടുക്കാം, ഇതും അല്ലെങ്കിൽ കുറച്ച് കെച്ചപ്പ്, ഏത് വേണേലും ഉപയോഗിക്കാം. പിന്നെ മാങ്ങ, പച്ചമാങ്ങ ആയാലും കുഴപ്പമില്ല, ചെനച്ചതായാലും കുഴപ്പമില്ല. പക്ഷെ മധുരമുള്ള മാങ്ങ ചേർക്കുവാണെങ്കിൽ ഇച്ചിരി ആ എരിവ് മാത്രം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. അത് ഒരുപാട് ചേർക്കരുത്, കുറച്ച് ചേർത്താൽ മതി.
പിന്നെ വേണ്ടത് തേങ്ങാപ്പാൽ വേണം, ഉപ്പ് വേണം. ഇത്രയും സാധനമേ നമുക്ക് വേണ്ടിയുള്ളൂ. ആദ്യം എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എപ്പോഴും ചിക്കനകത്ത് നമ്മൾ എന്നതേലും ഒരു മസാല പുരട്ടുവാണെങ്കിൽ ആദ്യമേ മസാല പുരട്ടി വെച്ചേച്ച് നമുക്ക് ബാക്കി ഉണ്ടാക്കാൻ തുടങ്ങാവേ. ഇല്ലെന്നുണ്ടെങ്കിൽ ആ ചിക്കനേലൊന്നും പിടിക്കുകയില്ല. ഇത് പക്ഷേ നമ്മുടെ കറി കിടന്ന് വേവുന്നതുകൊണ്ട് അത് പിടിക്കും, ഇല്ല എന്നല്ല. പക്ഷേ എന്നാലും ആ ചിക്കനകത്ത് കുറച്ചൊരു സ്പൈസിനെസ് ഉള്ളിലോട്ട് കയറുകയാണെങ്കിൽ കുറച്ച് നല്ലതാണ്. അപ്പോൾ ആദ്യം നമുക്കൊരു കാര്യം ചെയ്യാം, അതിനുള്ള പേസ്റ്റ് ഒന്ന് അരച്ചെടുക്കാം. വെളുത്തുള്ളി എപ്പോഴും 1 കിലോയ്ക്ക് 1.5 ടീസ്പൂണാണ്. ഇതിപ്പം 1 കിലോയും ഇച്ചിരി കൂടി കാണുവേ, അന്നേരം ഒരു 2 ടീസ്പൂണോളം ഇട്ടു. പിന്നെ ഉള്ളത് എരിവാണ്. എരിവ് ഞാൻ കാശ്മീരി മുളക് ഉപയോഗിക്കുന്നതുകൊണ്ട് ഒത്തിരി എരിവ് കാണുകയില്ല, പക്ഷേ നല്ല നിറവും കിട്ടും, കറിക്ക് നല്ലൊരു കൊഴുപ്പും ഉണ്ടാവും. അതാണ് നമ്മുടെ ഏറ്റവും നല്ല ഉദ്ദേശം. എനിക്ക് അങ്ങനെയാണ് ഇഷ്ടം. എരിവ് കൂടി കഴിഞ്ഞാൽ പിന്നെ ആ കറിയുടെ സ്വാദ് അറിയാൻ ഒക്കുകയില്ല. വറ്റൽമുളക് ഇടുമ്പോൾ എപ്പോഴും ആലോചിക്കേണ്ടത് എന്നാണെന്നറിയാമോ, നമ്മളത് പൊടിച്ച് കഴിയുമ്പം എത്ര കിട്ടും എന്നുള്ളതാണ്. അതായത് 1 കിലോ കോഴിക്കൊക്കെ ആണെന്നില്ല, കാശ്മീരി ആണെങ്കിൽ നിറച്ച് ഒരു 4 ടീസ്പൂൺ ഇടാം, മറ്റേ സാധാ മുളകാണെങ്കിൽ 2 ഇട്ടാൽ മതിയേ. അപ്പോൾ എന്നാന്ന് വെച്ചാൽ നമ്മൾ ഈ മുളക് പൊടി പൊടിച്ചൊക്കെ എടുക്കുകയല്ലേ, അന്നേരം നമുക്കറിയാമല്ലോ 1 ടീസ്പൂൺ എത്രയാണെന്ന്. അപ്പോൾ ആ മുളക് ഇടുന്നതും വറ്റൽമുളക് ചേർക്കുന്നതും അതനുസരിച്ച് വേണം നമ്മൾ അരയ്ക്കാനുള്ള എടുക്കാൻ. ഇനി ഇതെല്ലാം പോയിട്ട് നമുക്ക് അങ്ങനെ ഒരളവ് അറിയാൻ മേലാന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യാം, അരച്ച് കഴിഞ്ഞതിന് ശേഷം ഏതാ നമുക്ക് ടേസ്റ്റ് വരുന്നത്, വറ്റൽമുളക് ചേർത്താലാണോ രുചി വരുന്നത്, അല്ല മുളക് പൊടി ചേർത്താലാണോ രുചി വരുന്നത്, അതോ ഇനി എളുപ്പത്തിന് ഏതാ ചേർത്താലാ നല്ലതെന്നുള്ളത് നോക്കി വെച്ചാൽ അത് നമ്മുടെ ഇഷ്ടത്തിന് ചേർത്താൽ മതിയേ. പിന്നെ പെരിഞ്ചീരകം ഒരു 3/4 ടീസ്പൂൺ മതിയാവും. ആദ്യം നമുക്ക് ഇത് ഇത്രയും ഒന്ന് നല്ലതായിട്ടൊന്ന് അരച്ചെടുക്കാം. സംഭവം എന്തറിയോ, ആദ്യമേ ഇച്ചിരി വെള്ളം ഒഴിക്കരുത്, ഉള്ളി അരയുമ്പോൾ തന്നെ അത് വെള്ളമാവും. അന്നേരം പിന്നെ അരഞ്ഞില്ല എന്നുണ്ടെങ്കിൽ മാത്രം ഇച്ചിരി വെള്ളം ഒഴിച്ച് വെച്ചാൽ മതി. അരയേലാന്ന് വാശിയ, അന്നേരം പിന്നെ നമ്മൾ ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കാം. നല്ല പേസ്റ്റ് പരുവത്തിനായിട്ട് അരച്ചെടുത്ത് വെച്ചാൽ മതിയേ. ഇനി ഇതിൻ്റെ ഈ അരച്ചെടുത്ത പേസ്റ്റ് പകുതി എടുത്ത് നമുക്ക് ചിക്കനകത്തോട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഇതിനകത്ത് നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല, ഇനി മാരിനേറ്റ് ചെയ്ത് വെക്കുമ്പോൾ മാത്രമേ ഉപ്പ് ചേർക്കുള്ളൂ. അപ്പോൾ എന്നാ ചെയ്യാൻ പോവാ, ഒരു ഇച്ചിരി ഉപ്പ് എടുത്തേച്ച് ഞാൻ ചിക്കന് വേണ്ടിയത് മാത്രം ഇതിനകത്ത് ഇടാൻ പോവാ. എന്നാന്ന് വെച്ചാൽ കറിക്കകത്ത് പിന്നെ ഈ പറഞ്ഞ കൂട്ട് ചിക്കന് ഉപ്പിട്ടേ ഒക്കത്തുള്ളൂ. അപ്പോൾ ഇച്ചിരി ഇട്ടേച്ചാൽ മതിയേ. ഇതിനകത്തോട്ട് ഒരു 1/2 പോർഷൻ ഇടാം, ബാക്കി അങ്ങനെ അവിടെ അടച്ചു വെച്ചേക്ക്. നമുക്ക് കറിക്കകത്ത് ചേർക്കാനുള്ളതാണ്. ഇതിനകത്തോട്ട് ചിക്കൻ ചേർക്കാം. ചിക്കൻ്റെ കൂടെ തന്നെ ഒരു ഫുൾ ടേബിൾ സ്പൂൺ തൈരും. ഇത് വേണമെങ്കിൽ നമുക്ക് മിക്സിയിലിട്ട് അടിക്കാം, അത് കുഴപ്പമില്ല. പക്ഷെ എന്നാലും നമ്മൾ ഈ പുരട്ടി വെക്കുമ്പോൾ ചേർക്കുന്ന കുറച്ചുകൂടെ നല്ലത്. ഒരുപാട് നമുക്ക് അരപ്പ് അങ്ങോട്ട് ചിക്കനേൽ പെരണ്ടില്ല, ഒരു ഇച്ചിരിയും കൂടി അതിൽ നിന്ന് എടുക്കാം എന്ന് വേണ്ട. അഥവാ അങ്ങനെ തോന്നുവാന്നേൽ നമ്മൾ അതേ കൂട്ട് തന്നെ കുറച്ചുകൂടെ അരപ്പൊന്ന് അരച്ചെടുക്കുന്നത് നല്ലതാണ്. ഇനിയിപ്പോൾ അത് ഇച്ചിരി അരപ്പ് കൂടുതൽ വന്നെന്ന് വിചാരിച്ചോ, ഇതേപോലെ കറി തന്നെ വെക്കണം എന്നില്ല. സാധാ നമ്മുടെ ചിക്കൻ കറി വെച്ചേച്ച് ആ അരപ്പ് ചേർക്കാവുന്നതേ ഉള്ളൂ. അതൊരിക്കലും ഒരു വേസ്റ്റായി മാറുകയല്ലേ. ഞാൻ 5 മിനിറ്റ് ആ ചിക്കൻ ഒരു ഇച്ചിരി നേരം കൂടെ ഒന്ന് കൊടുത്തേക്കാം. പക്ഷേ എന്നാണെന്നറിയോ, ആ സമയം കൊണ്ട് നമുക്ക് ഇച്ചിരി ഗ്രേവി ഉണ്ടാക്കാനുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ വലിയ ടെൻഷനൊന്നുമില്ല. നമ്മൾ അടുപ്പൊന്ന് കത്തിച്ച് വെച്ച് ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി വെജിറ്റബിൾ ഓയിൽ, ഞാൻ ഇങ്ങനെ ഈ വട്ടത്തിൽ ഒഴിക്കുന്ന കാണുമ്പോൾ എല്ലാവരും എന്നെ വിളിച്ച് പറയുന്ന പരാതി എന്നാണെന്നറിയാമോ, ഇച്ചിരി എണ്ണ ഒഴിച്ചേച്ച് അങ്ങ് പറയും. പക്ഷേ എന്ന് വെച്ചാൽ അങ്ങ് ഒഴിക്കുന്ന കണ്ടാലോ ഒരുപാട് എണ്ണ ഒഴിക്കുന്ന കൂട്ടത്തിലാണ്. പക്ഷെ അങ്ങനെയൊന്നും അല്ല, ഞാൻ അങ്ങനെ ചെയ്യുകയല്ലെന്നേ. ഞാനാണെങ്കിൽ ഉള്ള എണ്ണയെ ഒഴിക്കത്തുള്ളൂ. പിന്നെ ആന്നേൽ അതിനകത്തോട്ട് എണ്ണ ചൂടാവുകയും ചെയ്യും. ആ സമയം നമുക്ക് ഇതിനകത്ത് ഇടേണ്ട കാര്യങ്ങളൊക്കെ ഇടുകയും ചെയ്യാം. ഒരു 3, 4, 5 ഏലക്ക. ഏലക്ക എൻ്റെ ഒരു വീക്ക്നെസ്, അതുകൊണ്ട് ഞാൻ ഇടും. പക്ഷേ
ഇനി ഇടാൻ നമ്മൾ ബേസിക്കലി നമുക്കൊരു എന്നാ പറയുക ഒരു ഇറച്ചിക്കറിയോ എന്നതേലും ഒക്കെ വെക്കുമ്പം ഏറ്റവും കൂടുതൽ അബദ്ധം പറ്റുന്ന ഈ പട്ടയുടെ കാര്യത്തിലാണ്. എന്നാന്നറിയോ, ഇപ്പം തന്നെ എൻ്റെ കയ്യിലിരിക്കുന്ന പട്ട നോക്കിയേ ഒരു ഇച്ചിരി വണ്ണമുള്ള കൂട്ടത്തിലാണ്. അങ്ങനത്തെ പട്ട കിട്ടുവാന്നേൽ അതിൻ്റെ ഒരു സ്വല്പമേ ഇടാൻ പാടുള്ളൂ. ഇല്ലെന്നുണ്ടെങ്കിൽ പട്ടയുടെ ഒരു കമർപ്പ് ഒത്തിരി മുന്നോട്ട് വരും. ഈ ഏലക്ക നമ്മൾ ഈ ചൂടാവും തോറും ഈ ഏലക്ക അങ്ങ് പൊട്ടും, എന്നാലേ അതിൻ്റെ ആ ഫ്ലേവേഴ്സൊക്കെ വെളിയിൽ വരത്തുള്ളൂ. പക്ഷേ എന്നാലും നമുക്ക് ആ നേരം ഒരു ഇച്ചിരി കൊടുത്തേക്കാവേ. ഇതിനകത്തോട്ട് ഇപ്പം ഈ ഏകദേശം നമ്മുടെ ഈ ഏലക്കായും പട്ടയുടെ ഒക്കെ അതിങ്ങനെ ഈ എന്നാ പറയുക എണ്ണയെ കിടന്ന് ചൂടായി കഴിഞ്ഞാൽ നല്ലതായിട്ട് പൊട്ടും. അതായത് അത് ആ ഏലക്കയുടെ ആ എന്താ പറയുക ഉള്ളി നല്ലതായിട്ട് തുറക്കും. അപ്പോൾ അതിന് മുന്നേ അതെൻ്റെ മുഖത്ത് തെറിച്ചാൽ എണ്ണയാണ്. അതുകൊണ്ട് ഞാൻ ആദ്യമേ ഇച്ചിരി ഉള്ളി ഇടുക. അതായത് നമ്മുടെ ചെറിയ ഉള്ളിയാണ് ഇടുന്നത്. ചെറിയ ഉള്ളി നമ്മൾ ഈ പറഞ്ഞ പോലെ സവാള ചേർക്കുന്നതുകൊണ്ട് ഒരുപാടൊന്നും അരിയണ്ട. പക്ഷേ ചെറിയ ഉള്ളി ചേർത്ത് കഴിഞ്ഞാലുണ്ടല്ലോ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. അതിനിപ്പോൾ ചിക്കൻ കറി ആയാലും ശരി, മീൻ കറി ആയാലും ശരി, എല്ലാത്തിനും ഏറ്റവും കൂടുതൽ ടേസ്റ്റ് വരുന്നത് ചെറിയ ഉള്ളി തന്നെയാണ്. പക്ഷെ നമുക്ക് എന്നാ ചെയ്യാനല്ല, അത് പൊളിക്കാനൊരു ഇച്ചിരി പ്രയാസമാണ്. അന്നേരം നമ്മൾ മടിക്കും. അപ്പോഴത്തേക്കുവാ നമ്മൾ ഈ പറഞ്ഞ കൂട്ട് സവാളയോ എന്നതേലും ഒക്കെ ചെയ്യുന്നത്. പിന്നെ ഈ സവാളയൊക്കെ അരച്ച് ചേർക്കുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു തന്നിട്ടില്ലേ, ഈ പറഞ്ഞ പോലെ ചിക്കൻ കറിക്ക് നല്ലൊരു കൊഴുപ്പ് കിട്ടണം എന്നുണ്ടെങ്കിൽ അരച്ച് ചേർക്കുവാന്നേൽ നല്ലതായിട്ടൊരു കൊഴുക്കും കറി. ആ കാര്യവും എന്നോട് പലരും പറഞ്ഞു ചോദിക്കാറുണ്ട്. എന്നാന്നോ ഈ ഉള്ളിയൊക്കെ അരിഞ്ഞിട്ട് വഴറ്റിയൊക്കെ ചിക്കൻ കറി വെക്കുമ്പോൾ ചില സമയത്ത് അതിങ്ങനെ ഈ പറഞ്ഞ പോലെ വെള്ളം പോലെ ആയി പോകുമെന്ന് പറയും. അത് ഒന്നാമത്തെ കാര്യം, നമ്മൾ ഉള്ളി അരിഞ്ഞിട്ട് ചെയ്യുവാണെങ്കിൽ ഉള്ളി നല്ലതായിട്ട് വാടണം. അതായത് നമ്മൾ ഇട്ടേക്കുന്ന ക്വാണ്ടിറ്റിയുടെ സ്ട്രേറ്റ് ഹാഫ് ആയാൽ മാത്രമേ ഉള്ളി നല്ല വെന്ത് അതിനകത്ത് ചേരത്തുള്ളൂ. മറ്റേ നമ്മളൊരു ധൃതി കൂട്ടിയൊക്കെ വഴറ്റുമ്പോഴത്തേക്ക് വന്നു അതൊരു എന്നാ പറയുക ഈ വെള്ളം പോലെ ആവുന്ന. ആ കറിക്കൊരു കൊഴുപ്പ് വരണമെങ്കിൽ ഉള്ളി നല്ല വെന്ത് ആ കറിയിലോട്ട് ചേരണം. അതിന് നമുക്ക് ക്ഷമയില്ലാതെ വരുമ്പോഴാണ് ഞാൻ പറയുന്നത് മിക്സിയിൽ അടിച്ചൊന്ന് ചേർക്കുവാന്നേൽ കറിക്ക് നല്ല കൊഴുപ്പും കിട്ടും. ഈ പറഞ്ഞ പോലെ ഒരുപാട് നേരം നമുക്ക് വഴറ്റേണ്ടിയും വരുവേല, പെട്ടെന്ന് മൂക്കുവേ. ഇനി ഇത് ഇച്ചിരി ഒന്ന് ചെറിയ ഉള്ളി ആവാൻ എത്ര നേരം വേണം അല്ലേ, അതിനകത്തോട്ട് ഞാനൊരു ഇച്ചിരി മല്ലിപ്പൊടി. ചിക്കൻ കറി ആയാലും മീൻ കറി ആയാലും എന്നാ വെച്ചാലും ഒരു ഇച്ചിരി മഞ്ഞപ്പൊടി ഇട്ടില്ലേൽ അതിനൊരു ഐശ്വര്യവും ഇല്ല, അതിൻ്റെ ജേംസ് തൊട്ട് പോവുകയില്ല, ഒന്നും ചെയ്യല. അപ്പോൾ എന്നാ ചെയ്യുക, ഒരു ഇച്ചിരി മഞ്ഞപ്പൊടി ഇടാം. നമ്മൾ വീട്ടിൽ പൊടിക്കുന്ന മല്ലിപ്പൊടി ആണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ അതൊരു ഇച്ചിരി നേരം എടുക്കും അതൊന്ന് മൂക്കാനായിട്ട്. അതുകൊണ്ട് ആദ്യം നമ്മൾ മൂപ്പിക്കാനിടുമ്പം എപ്പോഴും മല്ലിപ്പൊടി ആദ്യം ഇടുക, പിന്നെ ബാക്കി പൊടിയെല്ലാം ചേർത്താൽ മതി. ഇനി ഇതിനകത്തോട്ട് ഞാനൊരു ഇച്ചിരി ഗരം മസാല ഇടാൻ പോവാം. നമ്മൾ നേരത്തെ ഇച്ചിരി മസാല ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. അതായത് ഏലക്കായും പട്ടയും കൂടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഒരുപാട് നമ്മൾ ഗരം മസാല ഇടരുത്. അല്ലാതെ തന്നെ നമ്മൾ ഇതിനകത്ത് പെരുംജീരകം അരച്ചിട്ടുമുണ്ട്. ഇതൊന്ന് മൂക്കാൻ അധികം നേരം വേണ്ട. കാര്യം എന്നാന്നോ, നമുക്ക് ആ എണ്ണ നല്ല ചൂടായിരിക്കുന്നതുകൊണ്ടാണ്. ഇതിനകത്തോട്ട് 1 കിലോ ചിക്കൻ ആണെങ്കിൽ ഒരു 4 മീഡിയം സൈസ് ടൊമാറ്റോ എടുക്കുക. ടൊമാറ്റോ ചേർത്ത് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ അരച്ച് വെച്ചേക്കുന്ന പേസ്റ്റിൻ്റെ ബാക്കി അരപ്പും കൂടെ ഇതിനകത്തോട്ട്. ഇനി നമ്മൾ ഈ പേസ്റ്റ് അങ്ങോട്ട് ചേർത്ത് കഴിഞ്ഞാൽ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഇച്ചിരി ഒരു എണ്ണ തെളിയാനായിട്ട് അതിനെ വിട്ടു കൊടുക്കണേ. എന്നാന്നറിയോ, അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ രണ്ടാമത് ചേർത്തേക്കുന്ന പൊടി, അതായത് ഇതിൽ അരച്ചേക്കുന്ന ഒന്നും മൂത്തിട്ടില്ല. അപ്പോൾ മൂത്തില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു പച്ച റോ ടേസ്റ്റ് എത്രയായാലും ആ മസാലയ്ക്കുണ്ടാവും. അതുകൊണ്ട് അതൊരു ഇച്ചിരി ഒന്ന് മൂത്ത് ആ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ടെൻഷനില്ല. ഇപ്പം നമ്മുടെ മസാല മൂത്ത് നല്ല മണം വരുന്നുണ്ട്. നല്ല മണം വരുന്നത് എങ്ങനെ മനസ്സിലാവുന്നതെന്നറിയോ, സത്യം പറഞ്ഞാൽ എനിക്ക് തുമ്മാൻ വരുന്നുണ്ട്. പക്ഷെ അതൊരു കാര്യമുണ്ട്, അത് മാത്രം എന്ന് പറഞ്ഞാൽ ഞാൻ ഇതിനകത്തോട്ട് തുമ്മുകയില്ല. ഇതിനകത്തോട്ട് ഞാൻ എൻ്റെ ഈ പുരട്ടി വെച്ച ചിക്കനും കൂടി ഇടുവാണേ.
ഈ ഇട്ട അരപ്പും ആ ചിക്കനകത്തെ അരപ്പും കൂടെ ഒന്ന് മിക്സായിട്ട് ആ നമ്മൾ ചിക്കനകത്ത് പുരട്ടി വെച്ചേക്കുന്ന അരപ്പ് ഒരു ഇച്ചിരി പച്ചയല്ലേ, അതും കൂടെ ഒന്നൊരു ഇച്ചിരി മൂത്തോട്ടെ. ഇതിനകത്തോട്ട് നമുക്ക് ആ പച്ചമാങ്ങ, ഒരുപാടല്ല, ഒരു ചെനച്ച മാങ്ങ ഇപ്പം ഞാൻ ഇടുന്നേ, ഒരു പുളിയും ഒരു സ്വീറ്റ്നെസ്സും അതുകൊണ്ട് വരുവേ. ഇനി ചെനച്ച മാങ്ങ തപ്പി നടന്നിട്ട് ഈ കറി വെക്കണം എന്നുള്ളത് ചിന്തിക്കരുത്. പച്ചമാങ്ങയാണെങ്കിൽ ഒരു പൂളിട്ടേച്ചാൽ മതി. ശരിക്കും ഈ മാങ്ങ ഈ ചിക്കൻ കറിക്കകത്തോട്ട് അങ്ങ് വെന്ത് ചേരും. മീനിനൊക്കെ ഇടുവല്ലേ എന്ന് പറഞ്ഞ കൂട്ട് ഒരു കഷ്ണം ഇട്ടേച്ചാൽ മതി. അരപ്പിനകത്ത് മാത്രമേ നമ്മൾ ഒരു ഇച്ചിരി ഉപ്പ് ചേർത്തിട്ടുള്ളൂ. അതുകൊണ്ട് ഇനി ചിക്കനകത്തോട്ട് ഞാൻ ഒരു ഇച്ചിരി ഉപ്പ് ചേർക്കുക. ഒത്തിരി ചേർക്കുകയില്ല, ഒരിച്ചിരി. ഈ സമയത്ത് എരിവ് വേണമെന്നുണ്ടെങ്കിൽ ചേർത്തോണം. ഇനി അതല്ല അരച്ച് ചേർക്കാൻ പ്രയാസമുണ്ട്, എരിവിൻ്റെ കാര്യം മാത്രമേ കൺഫ്യൂഷൻ ഉള്ളെങ്കിൽ കുറച്ച് റെഡ് ചില്ലി ഫ്ലേക്സ് ഇടാം, അല്ലെങ്കിൽ പച്ചമുളക് ഇടാം, അല്ലെങ്കിൽ മുളക് പൊടി ഇടാം. മുളക് പൊടി ചേർക്കുവാണെങ്കിൽ അതൊരിച്ചിരി മൂപ്പിച്ച് വേണം ചേർക്കാൻ. ഈ പറഞ്ഞ പോലെ നമ്മൾ ഇത്രയും നേരം മെനക്കെട്ട് നിന്ന് ഈ അരപ്പ് മുഴുവൻ മൂപ്പിച്ചാണ് നമ്മൾ ഈ കറിക്കകത്ത് ചേർത്തത്. അതുകൊണ്ട് കുറച്ച് ഒരു സമയം എടുത്ത് അതൊന്ന് മൂപ്പിച്ചേച്ച് വേണം ഇതിനകത്തോട്ട് ഇടാൻ. ഇനിയിപ്പോൾ അഥവാ മൂപ്പിക്കാനൊന്നും നേരമില്ലയെന്ന് തോന്നുവാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു പച്ചമുളക് അരിഞ്ഞിടുകയോ എന്നതേലും ചെയ്യാം. ടൊമാറ്റോ ആണെങ്കിൽ അങ്ങനെ എന്ത് കുറവാണോ അതിപ്പം വേണം ചേർക്കാനായിട്ട്. പിന്നെ ഇറച്ചി വെന്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്കൊന്നും ചെയ്യാനൊക്കത്തില്ല. പിന്നെ ഞാനിവിടെ തേങ്ങാപ്പാലിന് എടുത്ത് വെച്ചേക്കുന്നത്. രണ്ടാം പാൽ ഒഴിച്ചേച്ച് നമുക്ക് ചിക്കൻ വേവാനിടാം. അല്ല രണ്ടാം പാൽ എടുത്തില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം, ഒരുപാട് വെള്ളം ഒഴിക്കരുത്, ഒരു ശകലം ആ ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം ഊറുവേ. പിന്നെ നമ്മൾ ഉപ്പും കൂടെ ചേർത്തേക്കുമല്ലേ, അന്നേരം ഉണ്ടല്ലോ അതിൽ നിന്ന് തന്നെ അങ്ങോട്ട് വെള്ളം ഊറും. വെള്ളം ഊറിയേച്ച് പിന്നെ ആണെങ്കിൽ തേങ്ങാപ്പാലും കൂടെ ചേർക്കുമ്പോഴത്തേക്ക് ഭയങ്കര വെള്ളമായിരിക്കും, പിന്നെ കിടന്ന് വറ്റിക്കാൻ നിൽക്കണം. അതിലും ഭേദം എന്നാണെന്നറിയാമോ, നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചേച്ച് അടച്ചിട്ട് കഴിഞ്ഞാൽ അതിൽ നിന്ന് നിറച്ച് വെള്ളം ഊറും. നല്ല തിളച്ച് കഴിയുമ്പോഴത്തേക്ക് സിമ്മിലാക്കി ഇട്ടേച്ച് ചിക്കനെ നല്ലതായിട്ട് വേവിച്ചെടുക്കുക. വേവിച്ചെടുത്തിട്ട് തലപ്പാൽ ഒഴിച്ചിട്ട് നിറച്ച് മല്ലിയില ഇടുക. അതിനകത്ത് കറിവേപ്പില ഇടണ്ട, നിറച്ച് മല്ലിയില ഇട്ടേച്ച് ഒരു 5 മിനിറ്റ്സ് ഒരു ലോ ഫ്ലെയിമേൽ വെച്ചേക്കണം. എന്നാൽ മാത്രമേ ആ മല്ലിയിലയുടെ ഫ്ലേവറും കൂടെ നമ്മുടെ ചിക്കൻ കറിക്കകത്തോട്ട് ഇറങ്ങത്തുള്ളൂ. ഇതൊരു സ്പെഷ്യൽ കറിയാണ് കേട്ടോ. ആ ഒരു എന്താ പറയുക, മാങ്ങയുടെ ഒരു മധുരവും നമ്മുടെ ആ എരിവും എല്ലാം കൂടെ ചേർത്ത് വരുമ്പോഴത്തേക്ക് ഒരു നല്ലൊരു മണവും ഒരു നല്ലൊരു ടെക്സ്ചറും നല്ലൊരു എന്താ പറയുക സ്വാദും എല്ലാം നമ്മുടെ ഈ കറിക്കകത്ത് വരുവേ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. മീൻകറിയിൽ മാത്രമല്ലല്ലോ നമ്മൾ എപ്പോഴും മാങ്ങ ഇടണ്ടേ, ഇങ്ങനെയൊക്കെ ട്രൈ ചെയ്താലേ നമുക്ക് പുതിയ റെസിപ്പി പഠിക്കാനൊക്കത്തുള്ളേ. നമ്മുടെ ചിക്കൻ കറി ഇവിടെ നല്ല റെഡി ആയിട്ടുണ്ട്. ഇതിനകത്ത് എന്നാന്നറിയാമോ, കുറച്ചൊരു നമ്മൾ മാങ്ങ ചേർക്കുന്നതുകൊണ്ട് കുറച്ചൊരു മാങ്ങയുടെ ഫ്ലേവറും കൂടെ അതിനകത്ത് വന്നു ചേരുവേ. മാങ്ങ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരുപാട് മാങ്ങ ഇടാനല്ല, ഒരു ഗസ്റ്റ് റോൾ മാത്രം മതി മാങ്ങയ്ക്ക്. അപ്പോൾ എന്നാന്ന് വെച്ചാൽ അതിന് ഒരു ഫ്ലേവർ വരാൻ വേണ്ടി മാത്രമേ ഉള്ളൂ. പക്ഷെ ഒരു നല്ല ടേസ്റ്റ് ആട്ടോ ഈ ഒരു ചിക്കൻ കറി. ചപ്പാത്തിയും ഈ പറഞ്ഞ കൂട്ട് ഈ കറിയും, അല്ലെങ്കിൽ ബറോട്ടയും ഈ കറിയും, അല്ലെങ്കിൽ നല്ല ചൂട് ചോറിൻ്റെ കൂടെ ഈ കറി കഴിക്കാം, അപ്പത്തിൻ്റെ കൂടെ കഴിക്കാം, ഏത് സാരത്തിലൂടെയും ഈ കറി പോകുന്നതാണ്. ഇന്നൊന്നുമില്ല, കോമ്പിനേഷൻസ് ഒന്നുമില്ല, ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റ് ആണെന്നേ മാത്രമേ ഉള്ളൂ. ഈ ഡിഫറെൻറ്റ് ടേസ്റ്റായിട്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും പല പ്രാവശ്യം പരീക്ഷിച്ചാൽ മാത്രമേ നമുക്കൊരു പുതിയ കറി ഉണ്ടാക്കാൻ പഠിക്കാൻ പറ്റുള്ളൂ. ഇന്ന് ആനീസ് കിച്ചണിൽ വരുന്ന ഒരു ഗസ്റ്റിനെ പറ്റി ഞാൻ പറയുവാന്നുവെങ്കിൽ സത്യം പറഞ്ഞാൽ നമ്മളൊരു എന്നാ പറയുക, ഒരൊറ്റ ക്യാരക്ടർ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് ആൾക്കാരുടെ ഒരുപാട് ഇഷ്ടം വരുവേ. അപ്പോൾ ഇദ്ദേഹം ചെയ്ത ഒരൊറ്റ ക്യാരക്ടർ കൊണ്ട് തന്നെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പം ഞാൻ ചെയ്ത ഒരു മഴയത്തു മുൻപേ എന്ന സിനിമയിൽ ഞാൻ ചെയ്തപ്പോൾ എന്നോട് എല്ലാവർക്കും ഒരു പരിധിവരെ ദേഷ്യം ഉണ്ടായിരുന്നു. എന്നെ കോച്ചമായിരുന്നു ഇതെന്ന്. പിന്നെ ആണെങ്കിൽ അമ്മയാണ് സത്യം ചെയ്തപ്പോൾ എല്ലാവരും ആദ്യം പറഞ്ഞു ഈ പറഞ്ഞുകൊണ്ട് ഇതിനെ പെട്ടെന്ന് പെണ്ണാന്ന് മനസ്സിലാക്കാൻ കുറച്ച് പ്രയാസപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് എന്നോട് കമൻസ് പറഞ്ഞിട്ടുണ്ട്. ആ സമയത്തൊക്കെ എനിക്ക് ശരിക്കും പറഞ്ഞാൽ മനസ്സുകൊണ്ട് ഭയങ്കര സന്തോഷം തോന്നുന്നത് എന്നാന്ന് വെച്ചാൽ നമ്മളെ ക്യാരക്ടർ അത്രയും നന്നാക്കുമ്പോഴാണ് അല്ലേ, അപ്പോഴാണ് ഏറ്റവും കൂടുതൽ പ്രേക്ഷകരുടെ മനസ്സിൽ നമ്മളെ ഉൾക്കൊള്ളുന്നത്. എന്നാൽ നമ്മുടെ ഇവിടെ വരാൻ പോകുന്ന ഗസ്റ്റ് എന്ന് പറയുന്നത് ഒരൊറ്റ ക്യാരക്ടർ ചെയ്തിട്ട് ഈ പറഞ്ഞ പോലെ നല്ലൊരു അപ്രിസിയേഷൻ എങ്ങനെ കിട്ടിയെന്നറിയാം. ഒരൊറ്റ ക്യാരക്ടർ കൊണ്ട് മാക്സിമം നാട്ടുകാരുടെ തെറിവിളിയും ദേഷ്യവും എല്ലാം ഒരൊറ്റ സിനിമ കൊണ്ട് കയ്യിൽ മുഴുവൻ അടക്കി മേടിച്ചു. പക്ഷേ
എനിക്ക് പറയാനുള്ളത് ബീങ് ആൻ ആക്ട്രസ് എന്ന രീതിയിൽ എനിക്ക് പറയാനുള്ളത് എന്നറിയോ, ശരിക്കും ഐ ഷുഡ് അപ്രിഷിയേറ്റ് ഹിം. കാര്യം എന്താണെന്നറിയോ, ഒരു ആക്ടർ എന്നൊരു രീതിയിൽ ശരിക്കും മാക്സിമം ഇൻവോൾവ് ചെയ്തിട്ട് ആ ക്യാരക്ടർ ചെയ്തതാണ്. അത് വേറെ ആരുമല്ല, അമർ അക്ബർ ആൻ്റണി എന്ന് പറയുന്ന ഫിലിമിൽ ഒരു ബംഗാളിയുടെ വേഷം ചെയ്ത മലയാളിയാണെന്ന് നമ്മുടെ ഗസ്റ്റ് ഇതാ പറഞ്ഞ മുമ്പ് ഇങ്ങ് വന്നല്ലോ. അയ്യോ ഇത് ഞാൻ അടുക്കള ഒന്നും നിൽക്കുന്നില്ല, ഇത് എന്നെ പൊക്കവാ, ഞാൻ നോക്കുന്നെങ്കിൽ ഞാൻ വല്ല ഇനി ഏണിപ്പുറത്തൊക്കെ കയറി നിൽക്കണം, ഇങ്ങനെ നോക്കി സംസാരിക്കേണ്ടി വരും. ഞാൻ നീങ്ങി നിൽക്കാം. അപ്പൊ ഡിസ്റ്റൻസ് വെച്ച് വർത്താനം പറയുമ്പോൾ നേർക്ക് കാണാമല്ലോ. ഇതെന്നാ പുതിയ അപ്പിയറൻസ് ഒക്കെ? ഇത് ഞാനിപ്പോ ചെയ്യാൻ പോകുന്ന മൂവിയുടെ ഒരു അപ്പിയറൻസ് ആണ്, അപ്പൊ അത് വേണ്ടി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓ അത് ശരി, നമ്മൾ കണ്ട ആളെ അല്ല അല്ലേ, ഭയങ്കര ഡിഫറെന്റ്. അപ്പൊ ഞാനിപ്പോ എന്റെ പ്രേക്ഷകരോട് പറയുമായിരുന്നു, ഒരൊറ്റ സിനിമ കൊണ്ട് മാക്സിമം തെറി മേടിച്ചു പിടിച്ചത്. സന്തോഷം തോന്നുന്നില്ലേ? പിന്നെ ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഡിയൻസ് അത് സ്വീകരിച്ചുകൊണ്ടാണ് എനിക്കിപ്പോൾ ഈ ഒരു ഫ്ലോറിൽ വരാൻ സാധിച്ചത് തന്നെ. അപ്പോൾ അത് എൻ്റെ ഏറ്റവും വലിയ സപ്പോർട്ട് വന്നേക്കുന്ന ഓഡിയൻസ് തന്നെയുള്ളൂ. അപ്പൊ ശരിക്കും രണ്ട് കാര്യത്തിൽ സന്തോഷമുണ്ട് അല്ലേ, തെറി കിട്ടിയതിലും ക്യാരക്ടർ നന്നാക്കിയതിലും. പിന്നെ കാരണം വെച്ചാൽ തെറി കിട്ടിയത് ആ ഒരു മെസ്സേജ് എല്ലാവരിലേക്ക് എത്തിയത് കൊണ്ടാണല്ലോ. അപ്പം അതിന് ശരിക്കും എനിക്ക് നന്ദി പറയേണ്ടത് അവരോടാണ്. അവരത് സ്വീകരിച്ചുകൊണ്ടാണല്ലോ എനിക്ക് അതിൻ്റെ ഒരു കിട്ടിയത്. ആ ട്രൂ ഡെഡിക്കേഷൻ അല്ലേ, ശരിക്കും പറയാമല്ലോ കേട്ടോ. ഒരു ആക്ടർ മാത്രമാണ് നമ്മൾ അത്രയും വർക്ക്ഔട്ട് ചെയ്ത് മനുഷ്യരുടെ എല്ലാവരുടെയും മനസ്സിനകത്ത് അങ്ങ് പതിഞ്ഞില്ലേ. അത് നമ്മുടെ ഒരു ശരിക്കും ഒരു എഫേർട്ട് എടുത്തില്ലേ ആ പടത്തിന് വേണ്ടിയിട്ട്, ശരിക്കും പ്രയത്നപ്പെട്ടു. ശരിക്കും ഒരുപാട് പ്രയത്നിക്കുന്നു പറയാൻ കാരണം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഈ പല്ലിലൊക്കെ പെയിൻറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ രാവിലെ മേക്കപ്പ് ചെയ്തിട്ടിട്ട് ഉച്ചയാകുമ്പോഴും ഷോട്ട് ചിലപ്പോൾ ആയിട്ടുണ്ടാവില്ല. പിന്നെ വീണ്ടും ആ മേക്കപ്പ് അഴിക്കണം. പ്രത്യേകിച്ച് പല്ലിൽ പെയിൻറ്റ് ചെയ്യാന്ന് വെച്ചാൽ അവരൊരു മെഡിക്കൽ ഗം വെച്ചിട്ടാണ് പെയിൻറ്റ് ചെയ്യുന്നത്. അയ്യോ, അപ്പോൾ അത് പോകുകയല്ലോ. ഇല്ല, അത് പിന്നെ അവർ തന്നെ അത് റബ്ബ് ചെയ്ത് മാറ്റി കഴിഞ്ഞിട്ട് പിന്നെ അതിനുശേഷമേ നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുള്ളൂ. പിന്നെ എന്താ പറയുക, ഇപ്പൊ ഇത് പറഞ്ഞപ്പോഴത്തേക്ക് അവർ തിരിച്ചത് റബ്ബ് ചെയ്തെടുക്കുമ്പോൾ ഇനാമലൊക്കെ പോവുകയല്ലേ നമ്മുടെ. ശരിക്കും ഒരു പുളിപ്പ് ഫീൽ ചെയ്യും. എന്നാലും അല്ലേ ആ പുളിപ്പിന്റെ രീതിയിൽ നമുക്ക് പുളിപ്പ് വന്നാൽ പോലും നമുക്ക് അതിന്റെ ഒരു എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷവും ഭയങ്കര മധുരമായിരുന്നില്ലേ? അതെ, സന്തോഷം ഒരുപാട് കിട്ടി. കാരണം നമ്മൾ ഈ ആ ഒരു എഫേർട്ട് എടുത്തതിന്, അതല്ലാതെ വേറെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അതിൽ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. അതിന്റെ ആ ഒരു എഫേർട്ട് അതിനുള്ള ഒരു പ്രതിഫലം ശരിക്കും കിട്ടി. ഇനി എഫേർട്ടിനെ കുറിച്ച് ഒരുപാട് പറയുന്നത് കാര്യം എന്താ പറയുക, ഞാൻ കുറെ നേരം കൊണ്ട് തല ഇങ്ങനെ പൊക്കി വെച്ച് നോക്കിക്കൊണ്ടെങ്കിൽ എനിക്ക് തല കഴിക്കുന്നു. നമുക്കൊരു കാര്യം ചെയ്യാം, അവിടെ ഇരിക്കാം, അതാ നല്ല വരും. ഞാനൊരു കാര്യം ചെയ്തേ, വൈഫിന് നല്ല ഹൈറ്റ് ഉണ്ടോ? ഉണ്ട്, ഓൾമോസ്റ്റ് എൻ്റെ പിന്നെ തലയൊന്നും വലിയ കുഴപ്പമുണ്ടാവുക. ഞാൻ ആലോചിക്കുകയും ചെയ്തു, ഭാര്യയ്ക്ക് പൊക്കമില്ലെങ്കിൽ എന്നാ ചെയ്യും, നോക്കൊണ്ടിരിക്കണ്ടായോ? പിള്ളേര് 3 പേരാണ്, 3 പെൺകുട്ടികളാണ്. ഷിഫ്ര, ഷറഫ, ഷിർഫ. കൺഫ്യൂസ്ഡ് ആയില്ലേ? അവിടെ ഞങ്ങൾ തന്നെ ചിപ്പു, ചീനു, ചിഞ്ചു എന്ന് വിളിക്കുന്നു. വൈഫിന്റെ ശബന. എല്ലാ മക്കൾക്കും എൻ്റെ ഒരു ഹൈ കേട്ടോ. എന്നാലും ഈ പറഞ്ഞ പോലെ ഇനി ഒരു അവസരം കിട്ടുമ്പോൾ ഇവിടെ വരണം കേട്ടോ. അവിടെ വന്നാൽ നമുക്ക് കുറെ വർത്താനം പറയാൻ നോക്കും. ഞാൻ കൊണ്ടുവരണമെന്ന് വിചാരിച്ചു, പക്ഷെ ഇന്ന് അവർക്ക് എക്സാം നടക്കുന്നുണ്ട്. ഓണപ്പരീക്ഷയാണോ? അല്ലല്ലോ, യെസ്. ഇപ്പൊ മറ്റേ ഓണപ്പരീക്ഷ അങ്ങനെയൊന്നും ഇല്ലല്ലോ. എൻ്റെ വീട്ടിലും ഇത് അവിടെ നടക്കുക. പിന്നെ ഈ ഓണപ്പരീക്ഷയുടെ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ ഈ കുട്ടിക്കാലത്തൊക്കെയുള്ള ഒരു രീതികളൊക്കെ ഉണ്ടല്ലോ. ഈ കുട്ടിക്കാലം പോലെ അഭിനയമൊക്കെ ഇഷ്ടമാണോ? കുട്ടിക്കാലം അഭിനയം ഇഷ്ടമല്ല, പക്ഷെ ഞാൻ ചെയ്തിട്ടുണ്ട്. എന്റെ ഫസ്റ്റ് മൂവി എന്ന് പറഞ്ഞത് പൂക്കാലം വരവായാണ്, കമൽ സാറിന്റെ. അത് ആക്ച്വലി അതിൽ ആക്സിഡന്റലി വന്നതാണ്. ഞങ്ങളെ സ്കൂളിലാണ് ഷൂട്ട് നടന്നിരുന്നത്, സെന്റ് ജോസഫ്സ് ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂൾ തൃക്കാക്കര. അപ്പോൾ അവിടെ സ്കൂൾ വെക്കേഷൻ, ആനുവൽ വെക്കേഷൻ ആണ് ഷൂട്ട് നടന്നത്. അപ്പോൾ അവർക്ക് സ്റ്റുഡൻസിന് വേണം. അപ്പോൾ യൂണിഫോം എല്ലാം അങ്ങനെ മീറ്റ് ആയിക്കോളും. ഞങ്ങൾക്ക് ബസ് വരും. നമുക്കന്ന് അന്നൊന്നും അറിയില്ല, ജസ്റ്റ് ഒരു എന്താ പറയാ, ഒരു ടൂർ പോകുന്ന ഒരു മൂഡാണ്. ജയറാമേണ്ണെ കാണാം, ഗീത ചേച്ചിനെ കാണാം, അങ്ങനെ. അപ്പോൾ അന്ന് ഇതിനു വേണ്ടി 1 മാസത്തോളം ഷൂട്ട് ഉണ്ടായിരുന്നു. കുറച്ച് കുറുമ്പുള്ളതുകൊണ്ട് കമൽ സാറ് ശ്രദ്ധിച്ച് എന്നെ ഒരു മാളൂട്ടീനെ ശല്യപ്പെടുത്തുന്ന ഒരു സീക്വൻസിൽ കൊണ്ടുപോയിട്ടു, വെള്ളം തെറിപ്പിക്കുന്നു അങ്ങനെയൊക്കെ ഒരു ഇതായിട്ട്. പക്ഷെ എനിക്ക് അന്നൊന്നും അത്ര ഇതറിയില്ല, ജസ്റ്റ് ആ ഒരു രസം അന്ന് എന്താ അറിയില്ല. പക്ഷെ അത് പിന്നീട് ചട്ടപ്പിത്തരമായിട്ട് വന്നു. ഇപ്പൊ മനസ്സിലായല്ലോ, കുഞ്ഞിലെയുള്ള കയ്യിലിരിപ്പായത്. അതിന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, അതിനെ കുറച്ചുകൂടി ഇംപ്രൂവൈസ് ചെയ്ത് നമുക്ക് ഇപ്പോഴത്തെ ക്യാരക്ടർ കൂടെ കാണിച്ചു തന്നതാണ്. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഏതെങ്കിലും ചെയ്തോ കുഞ്ഞുനാളിലില്ല? അതിനുശേഷം പിന്നെ ഇല്ല. നമുക്ക് അതിനെക്കുറിച്ച്, സിനിമയെക്കുറിച്ച് അത്ര വലിയ ഫോക്കസ്ഡ് അല്ലല്ലോ, നമ്മളെ സ്റ്റഡീസിലല്ലേ. പിന്നെ വന്നത് ഡയറക്ട്ലി ഇൻ ടു മോഡലിംഗ്. ഒരു ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് ഞാൻ പാർട്ട് ടൈമായിട്ട് മോഡലിംഗ് ചെയ്യുമായിരുന്നു. അപ്പോൾ എൻ്റെ ഒപ്പം മറ്റേ രഞ്ജിനി ഹരിദാസ്, അതുപോലെ തന്നെ ജ്യോതിർമയി, ഇപ്പം നമ്മൾ സിനിമയിലുള്ള സുബി, ഞങ്ങളൊക്കെ ഒരു ട്രൂപ്പിൽ വർക്ക് ചെയ്തിരുന്നതാണ്. പിന്നെ ആ സമയത്തൊക്കെ അറിയാലോ, വളരെ റെയർ ചാൻസസ് ആണ് നമുക്കൊരു
റോള് കിട്ടുക എന്നുള്ളത്. എന്നിട്ടും പോയിട്ട് ചില കമ്പൗണ്ടറായിട്ടും പോലീസ് കോൺസ്റ്റബിൾ ആയിട്ടും ഒക്കെ അഭിനയിച്ചിട്ടുണ്ട്. നമ്മൾ തന്നെ ചൂണ്ടിക്കണം, നമുക്ക് തിയേറ്ററിൽ പോയിട്ട് പോസ്റ്റ് ഇടാൻ പറ്റില്ലല്ലോ. പിന്നെ ഒരു കുറച്ചെങ്കിലും ശ്രദ്ധിച്ചേക്കുന്നത് ജെയിംസ് ബോണ്ട് സിനിമയുടെ പേര് ലേലം, പൂത്തുമ്പിയും പോലന്മാർ, അഞ്ചര കല്യാണം, അങ്ങനെ കുറെ സിനിമകളിൽ. പിന്നെ അതോടെ മടുത്തു. ഇതിന്റെ പിന്നിൽ നടന്ന് നമുക്ക് നല്ലൊരു ക്യാരക്ടർ ശ്രദ്ധിക്കുന്നൊന്നും കിട്ടുന്നില്ല. എൻ്റെ എൽഡർ മോസ്റ്റ് ബ്രദറിനാണ് പിന്നെയും ഒരു ഇത് കിട്ടിയിട്ടാണെങ്കിലും അത് റിലീസിന് വന്നപ്പോൾ ആ സീൻ കട്ടായതോടെ പിന്നെ ബ്രദറും ഞങ്ങൾ 3 ബ്രദേഴ്സും ഇങ്ങനെ പോകുമായിരുന്നു. അപ്പോൾ ഒരു രസമായിരുന്നല്ലോ. ഞങ്ങൾ 3 പേരും ഒരു പടത്തിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്, ഈ ജെയിംസ് ബോണ്ട് 007 എന്ന് പറഞ്ഞിട്ട്. പിന്നെ അതിൽ ഈ വിസ തട്ടിപ്പിനിരയായിട്ട് തല്ലാനൊക്കെ നിൽക്കുന്നതുകൊണ്ട് പിന്നെയും കുറച്ചു നേരം നമ്മളെ ക്ലോസ് ഒക്കെ വന്നു. അതാണ് ആകെ വന്നേക്കുന്നത്. പിന്നെ മടുത്തു, വിട്ടു. അപ്പം ഡിഗ്രി ഒക്കെ കഴിഞ്ഞ് നിൽക്കുന്ന സമയമായിരുന്നു. പിന്നെ നമ്മൾക്ക് ജോലി ബേസ് ചെയ്തിട്ടാണ് പിന്നെ ഹയർ ഇത് വേണമെങ്കിൽ MBA ഒക്കെ വേണം. അപ്പോൾ പിന്നെ MBAക്ക് പോയി. ലൈഫ് സെക്യൂർ ആക്കാമെന്ന് വിചാരിച്ചു. ഇതിന്റെ പുറകെ നടന്നിട്ട് ഒന്നും നേരെ ആവാത്തോണ്ട് ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ മോഡലിംഗിന് പോയത് തന്നെ നമുക്ക് ഫിലിമിൽ ചെയ്യാൻ പറ്റും ഒരു എൻട്രി എന്നുള്ള രീതി. അന്ന് ഞാൻ ലോങ് ഹെയർ ഒക്കെ ആയിരുന്നു, മുടിയൊക്കെ നല്ലോണം നീട്ടി വളർത്തിയിട്ട് ഒരുപാട് ഷോസ് ചെയ്തിട്ടുണ്ട്. ശരിക്കും ഇത്രയും ഒക്കെ ഉപേക്ഷിച്ചു അതെല്ലാം ചെയ്തു എന്ന് പറഞ്ഞു. ശരിക്കും ഈ ഒരു ക്യാരക്ടർ, അതായത് ഇത്രയും ഈ ഒരു മലയാളീനെ ബംഗാളിയാക്കി എടുത്തെന്ന ഈ ക്യാരക്ടറിന് ഇതാ സൂട്ട് എന്നുള്ളത് വ്യക്തമാക്കിയതൊക്കെ എപ്പോഴായിരുന്നു? അത് ഞാൻ ഇവിടെ നിന്നുള്ള നമ്മൾ കംപ്ലീറ്റ് മൂവീസിന്റെ കാര്യങ്ങളൊക്കെ വിട്ടിട്ട് പറഞ്ഞല്ലോ. അപ്പോൾ അതിനുശേഷം MBAയുടെ ആ സമയത്ത് തന്നെ എൻ്റെ കല്യാണം കഴിഞ്ഞു. അതിനുശേഷമാണ് MBA എടുക്കുന്നത്. അതിനും കുട്ടികളായി തുടങ്ങി. അങ്ങനെ പിന്നെ കൂടുതൽ നമുക്ക് അറിയാലോ, പ്രഷർ, ഓട്ടോമാറ്റിക് പ്രഷർ വരും. അപ്പോൾ നമ്മളുടെ ഡ്രീംസും പാഷനും നോക്കിയിരുന്ന വീട്ടിൽ കാര്യങ്ങൾ നടക്കില്ല. പോരാത്തതിന് ഫാമിലീസിനൊക്കെ ഭയങ്കര പ്രഷർ. അപ്പൊ ഞാൻ ഇത് ഇട്ടിട്ട് സിനിമയുടെ പുറകെ നടക്കുന്നു എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ ദുബായിലേക്ക് പോകാമെന്ന് തീരുമാനിച്ചു. അതിന് മുന്നെയാണ് നാദർഷ്ക ഇങ്ങനെ ഞാൻ ഇടയ്ക്ക് മെസ്സേജ് അയക്കുമായിരുന്നു. അപ്പോൾ ആ ഒരു ഇതിൽ എന്താണെന്നറിയില്ല, നാദർഷ്കക്ക് എന്നെ കണ്ടപ്പോൾ എന്തൊരു ബംഗാളി ലുക്ക് തോന്നിയെന്നു. വേഗം എൻ്റെ അടുത്തൊന്ന് വരാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പിറ്റേ ദിവസം ദുബായിക്ക് പോകണം എനിക്ക്. അപ്പോഴാണ് ഈ കോള് വരുന്നത്. വേഗം എൻ്റെ അടുത്ത് ഒരു ടൈറ്റ് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വരാൻ പറഞ്ഞു. എനിക്കാണെങ്കിൽ ഇത് നല്ല പറഞ്ഞു, ക്യാരക്ടറാണ്, അതിലൊരു മെയിൻ വില്ലനാണ്. വിളിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം അങ്ങനെ ഒരു ഇതിന് വേണ്ടി എന്നെ റെഫർ ചെയ്യുന്നു അല്ലെങ്കിൽ വരാൻ വേണ്ടി പറഞ്ഞല്ലോ. വേഗം ഞാൻ നോക്കിയിട്ടാണെങ്കിൽ ടൈറ്റ് ഡ്രസ്സ് നോക്കിയിട്ട് കാണുന്നില്ല. അവസാനം ക്രിക്കറ്റ് കളിക്കണ കിറ്റിയിൽ നിന്ന് എടുത്തിട്ട് ഒരു സ്കിൻസ് ഇടും നമ്മൾ ടീഷർട്ട് ഇടുന്നതിന് മുന്നേ. ആ സ്കിൻസ് ഒരെണ്ണം എടുത്തിട്ട് ഏതോ ഒരു നല്ല ടൈറ്റിലൊരു ജീൻസ് എടുത്തിട്ട് വേഗം ഓടിച്ചെന്ന് കട ഫ്ലാറ്റിൽ. അപ്പോൾ അവിടെ ബിബിനും വിഷ്ണുവും നമ്മുടെ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സും ഉണ്ടായിരുന്നു, നിൽക്കുന്നുണ്ടായിരുന്നു. കുറേ ഫോട്ടോസൊക്കെ എടുത്തു. ശരിയടാ പറയാം. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ നാളെ ഇങ്ങനെ ദുബായിക്ക് പോകും, കുഴപ്പമില്ല, നമുക്ക് ആ സമയം വന്നാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ശരിയെന്ന് പറഞ്ഞ് ഞാൻ പിറ്റേ ദിവസം പോയി. പിന്നെ ഇതുപോലെ ഫ്ലാറ്റിലിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് എനിക്കൊരു വാട്സപ്പിൽ മിസ്ഡ് കോൾ. അവിടെ ആണെങ്കിൽ വാട്സപ്പ് കോള് പറ്റില്ല. അപ്പോൾ ഒരു മിസ്ഡ് കോള് കണ്ട് പിന്നെ അതിൻ്റെ പുറകെ ചാറ്റ്, എടാ ഇങ്ങനെ പഠിച്ചവൻ്റെ തീരുമാനം നിന്നെ തന്നെ അതിൽ വില്ലനാക്കണം എന്നാണ്. അപ്പോൾ എന്താ നിന്നെ കോൺടാക്ട് ചെയ്യാൻ മാർഗം, ഞങ്ങളിപ്പോൾ തായ്ലൻഡിൽ നിന്നാണ് വിളിക്കുന്നത്. അപ്പോൾ അവൾ ഓൾറെഡി ഷൂട്ടിന് പോയിട്ട് തുടങ്ങി കഴിഞ്ഞു. അവിടെ നിന്ന് ഷൂട്ടിൻ്റെ സമയത്താണ് വിളിക്കുന്നത്. അതിൽ അവർ അപ്പോൾ തന്നെ വീഡിയോ കോൾ വന്നു. നീ കോൺഫിഡൻ്റ് അല്ലേ? ഞാൻ പറഞ്ഞു 110% കോൺഫിഡൻറ്റ്. എല്ലാന്നും പറയാൻ പറ്റില്ല, 110% കോൺഫിഡൻറ്റ്. ഞാൻ ഇനി ധൈര്യമായിട്ട് വരാൻ പറ്റുമോ, നീ ധൈര്യമായിട്ട് പോകുന്നു. ഇനി വന്നിട്ട് പിന്നെ ഇതാവരുതല്ലോ. പിന്നെ ഞാൻ വേഗം ഒരു എമർജൻസി ലീവ് അപ്ലൈ ചെയ്ത് അന്ന് തന്നെ ഞാൻ അവിടെ നിന്ന് തിരിച്ചു. ലീവ് പറഞ്ഞു. ഒരു 25 days മതി എന്നാണ് ആദ്യം പറഞ്ഞിരുന്നത്. പക്ഷെ അത് 63 days-ഓളം തിരിച്ചു പോകാൻ പറ്റിയില്ല. അവസാനം ഞാൻ ലീവ് എക്സ്റ്റെൻഡ് ചെയ്തു. പക്ഷെ അവര് ശരിയെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞത് ഞാൻ വന്ന് റിസൈൻ ചെയ്യാം. പിന്നെ ഞാൻ ഷൂട്ട് കഴിഞ്ഞിട്ട് പോയി റിസൈൻ ചെയ്തു. അല്ലെങ്കിൽ പിന്നെ അവർ അത് അബ്സ്കോണ്ടിങ് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ദുബായോ വേറെ GCC കൺട്രീസിലേക്ക് ട്രാവൽ ചെയ്യാൻ പറ്റില്ല. പക്ഷെ അത് നന്നായി. കാരണം ഇതിന്റെ 75th ഡേയുടെ ഫംഗ്ഷൻ ദുബായിൽ വെച്ചിട്ടായിരുന്നു. അപ്പൊ എല്ലാവരും എനിക്ക് പോകാൻ പറ്റില്ല. പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഞാൻ ഉള്ള കാര്യം പറയാമേ, ഇപ്പൊ നമ്മൾ ഒരു ഫിലിം ആണ് നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. അപ്പൊ ശരിക്കും നമ്മൾ തിരിച്ചു പോയി ആ നമുക്ക് നെക്സ്റ്റ് ഫിലിം ആയിട്ടുകൂടിയില്ല. പക്ഷെ തിരിച്ചു പോയി എനിക്ക് ഈ പടം ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ജോലി റിസൈൻ ചെയ്തില്ലേ, ഈ ധൈര്യം എവിടെ നിന്ന് വന്നേ? ഒന്നും പറയണ്ട, അതൊരു വലിയൊരു ധൈര്യമായിരുന്നു. പക്ഷെ എല്ലാം ഫാമിലിയൊക്കെ എതിരായിരുന്നു. അവനിങ്ങനെ ഒരു ഉത്തരവാദിത്തം ഇല്ലാണ്ട് ജോലി റിസൈൻ ചെയ്യുന്നു, അവന് സിനിമയാണ് വലുതെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര പ്രഷർ ഉണ്ടായിരുന്നു. ഞാൻ ശരിക്കും നല്ല പ്രഷറിലായിരുന്നു ആക്ച്വലി. പിറ്റേ ദിവസം മുതൽ ഷൂട്ട് തുടങ്ങുമെന്ന് വിചാരിച്ചോടുന്ന് ഞാൻ 21ാമത്തെ ദിവസമാണ് എൻ്റെ ഫസ്റ്റ് ടേക്ക് എടുക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ 25 ദിവസം ലീവിൻ്റെ ഇതിൽ ഓൾറെഡി 21 ദിവസത്തോളം ഒരു കണക്കിന് എക്സ്റ്റെൻഡ് ചെയ്ത് പോയി. അപ്പോൾ ഇതിൻ്റെ ഇത്രയും ഗ്യാപ്പ് വന്നതോടെയാണ് എനിക്ക് ഈ റീതിങ്കിങ് വന്നത്. അതല്ലെങ്കിൽ അന്നേ ഷൂട്ട് ചെയ്ത് എനിക്ക് സ്വസ്ഥമായിട്ട് 25 ദിവസം അതിനുള്ളിൽ പറഞ്ഞ് എനിക്ക് തിരിച്ച് ചെല്ലാം, ജോലിക്ക് ജോയിൻ ചെയ്യാം, മീൻസ് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടാണെങ്കിലും ചെയ്യാം. ഈ ഷൂട്ട് വൈകിയോട് കൂടിയാണ് എൻ്റെ പ്ലാനിങ് മൊത്തം മാറിപ്പോയത്. അപ്പം
പിന്നെ അതാണ് ഈ ഇങ്ങനെ റീതിങ്ക് ചെയ്യാനും ഇത് വന്നത്. അപ്പൊ ഇത് ഇത്രയും പ്രഷറോടുകൂടിയാണ് ഈ സിനിമയിലേക്ക് അഭിനയിച്ചത്. അതിന്റെ ഒരു സന്തോഷം, അതിന്റെ ഒരു ഹിറ്റായി. ശരിക്കും ഈ ഒരു പ്രഷർ നല്ലതായിട്ടൊരു എന്താ പറയുക, ഒരു ബലൂൺ പൊട്ടുന്ന പോലെ ആയിരിക്കും ശരിക്കും വിത്തിൻ സെക്കൻഡ്സ് അല്ലേ ആ പ്രഷറൊക്കെ. ഈ പ്രഷർ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ തോന്നുന്നു ഫൈറ്റ് സീക്വൻസ് ഒക്കെ വന്നപ്പോൾ ഞാൻ മാക്സിമം എന്നാൽ ചെയ്യാവുന്ന രീതിയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. 2 പ്രാവശ്യം എന്നെ ഹോസ്പിറ്റലിൽ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് നാസിക പറഞ്ഞു, ഇത് നീ ജയനാവാൻ നോക്കണ്ട, കാരണം ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് നീ ഇല്ലാണ്ട് ഇത് എന്ത് കാണിച്ചിട്ട് എന്താ കാര്യം. അപ്പൊ സേഫ് പറ്റാത്ത കേസ് ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഡൂപ്പൊന്നും ഇല്ലാണ്ടാണ് നമ്മൾ ചെയ്തത്. അതിലോരോ സീക്വൻസ് കണ്ടാലും അറിയാൻ പറ്റും. അപ്പം അതൊക്കെ അത്രയും നമ്മൾ അതിൽ കമ്മിറ്റഡ് ആയത്, കാരണം എനിക്ക് വേറെ നിവൃത്തിയില്ല. ഇത് എല്ലാവരും എന്നെ നോക്കിയൊക്കെയാണ്, എല്ലാവർക്കും നമ്മളെ പറഞ്ഞാൽ മതി, കുറ്റം പറഞ്ഞാൽ മതി. നമ്മളൊരു തീരുമാനം തെറ്റാവണം എന്നായിരിക്കും മറ്റുള്ളവർ ചിന്തിക്കുക. പക്ഷെ എനിക്ക് മാത്രമോ അല്ലെങ്കിൽ വൈഫിനോ എൻ്റെ ബ്രദേഴ്സിനോ ഉണ്ടാവുള്ളൂ. എന്തുകൊണ്ടാണ് നമ്മൾ അത്രയും അത് എടുത്ത തീരുമാനം പോസിറ്റീവ് ആവണമെന്ന് അവർക്ക് കൂടുതൽ ഇതുണ്ടാവുള്ളൂ, കാരണം അതിൽ ഞാൻ തോറ്റതിന് തുല്യമാണല്ലോ. സത്യം. അപ്പൊ ആ ഒരു പ്രഷർ എനിക്ക് തോന്നുന്നു അതായിരുന്നു എന്ന് തോന്നുന്നു. എനിക്ക് എന്നെ കൊണ്ട് ഈ ഒരു സിനിമ ഇത്രയും നന്നായിട്ട് ചെയ്യാൻ സാധിച്ചത് അതൊരു ദൈവം, ഞാനല്ല പഠിച്ചോൻ തന്നെ എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചാണെന്നാണ് ഞാൻ അത് റിവീൽ ചെയ്യുന്നത്. ബിഫോർ ആഫ്റ്റർ വന്ന ചേഞ്ച്, അത് പടം എന്തായാലും ഹിറ്റായി, സൂപ്പർ ഡൂപ്പർ ഹിറ്റായി. അതിനുശേഷം ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ എന്നൊക്കെയായിരുന്നു? ജീവിതത്തിലെ മാറ്റം എന്ന് പറഞ്ഞാൽ വേറെ ഓഫേഴ്സ് ഒന്നും. എനിക്ക് ഫസ്റ്റ് തന്നെ ഓഫർ വന്നത് ദിലീപേട്ടൻ്റെ വെൽക്കം ടു സെൻട്രൽ ജയിൽ എന്നുള്ള മൂവിയിലാണ്. അപ്പോൾ അതിനൊരു 6 മാസത്തോളം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ വേറെ 1-2 മൂവീസ് വന്നപ്പം ഞാനിപ്പം റെഫർ ചെയ്യുമ്പോൾ പറയാവുന്ന റെഫറൻസ് എടുക്കുമ്പോൾ പറയും അത് വേണ്ട, എന്തായാലും ഇത് കഴിയട്ടെ, അങ്ങനെയുള്ള ഒരു, കാരണം അത്രയും ബിഗ് ബഡ്ജറ്റ് മൂവിയായിരുന്നു. അപ്പോൾ ഒരു 2-3 മൂവിയോളം അതിനുവേണ്ടി കളഞ്ഞു. ഓഫേഴ്സ് ഒരുപാട് വന്നിട്ടുണ്ട്. അതിനുശേഷമാണ് വെൽക്കം ടു സെൻട്രൽ ജയിൽ, ടിയാൻ, പിന്നെ റോൾ മോഡൽസ്, കുറെ മൂവീസ് ചെയ്തു. 1971. ഇപ്പൊ ഈ ഫിലിം ഇറങ്ങിയ സമയത്ത് മക്കളെയും കൂട്ടിയിട്ടും ഭാര്യ കൂട്ടിയിട്ടൊക്കെ തിയേറ്ററിൽ പോയത്. അന്നേരം അപ്പനെ കണ്ടപ്പോ മക്കളുടെയും പിന്നെ ഹസ്ബൻഡിനെ കാണുമ്പോ ഭാര്യയുടെയും ഒക്കെ ഒരു റിയാക്ഷൻ, കാരണം പ്ലീസ് നമ്മൾ നേരിട്ട് കാണുന്ന ഒരു വ്യക്തിയല്ലല്ലോ. മക്കൾക്ക് ഇഷ്യൂസ് ഉണ്ടായിരുന്നില്ല, കാരണം സിനിമ കാണുമ്പോൾ അവര് അത് സിനിമ എന്നുള്ള രീതി. പക്ഷെ എന്റെ മൂത്ത ബ്രദറിന്റെ കൊച്ച് എന്നെ ഇടിക്കണം, കൊച്ചാപ്പാൻ ഇടിക്കണമെന്ന് പറഞ്ഞു കൊണ്ട് കരച്ചിൽ തുടങ്ങി. അങ്ങനെയൊക്കെ ഒരു ഇതുണ്ടായിട്ടുണ്ട്. പിന്നെ വേറൊരു കേസ് എനിക്ക് തോന്നുന്നു ലുലുവിലാണെന്ന് തോന്നുന്നു. ലുലുവിൽ ഇതുപോലെ ആണ് ഞങ്ങൾ ഫസ്റ്റ് ഞാനും വൈഫും പിള്ളേരും കൂടി പോയത്. അപ്പോൾ ഇവർ സിനിമ കണ്ടു കഴിഞ്ഞിട്ട് അപ്പോൾ ഓരോരുത്തർ നമ്മൾ ആ അപ്പിയറൻസ് ആണല്ലോ രജിസ്റ്റർ ചെയ്യാൻ തുടങ്ങുമല്ലോ. അപ്പോൾ ഇവർ വന്നിങ്ങനെ ഓരോരുത്തർ വന്നിട്ടിങ്ങനെ സെൽഫിയൊക്കെ എടുത്തിട്ട് ഇത് ചെയ്യണ്ട. അപ്പോൾ അവിടെ നിന്ന് ആരിങ്ങനെ പറഞ്ഞപ്പോൾ ആ വില്ലൻ എന്നുള്ള രീതിയിൽ, അപ്പോൾ അവിടെ നിന്ന് പയ്യൻ വിചാരിച്ച് ഞാൻ ശരിക്കും ബംഗാളിയാന്ന് വെച്ചിട്ട് അവൻ നല്ലൊരു സാമാന്യമുള്ളൊരു ചീത്ത പറഞ്ഞു. അപ്പൊ ഞാൻ പെട്ടെന്ന് കേട്ടപ്പോൾ ഞാൻ ദേഷ്യം വന്നു. ഞാൻ ഇടിക്കാൻ വേണ്ടിയുള്ള ഒരു മൂവ്മെന്റ് എടുത്തിയപ്പോൾ വേഗം വൈഫിന്റെ കൈ കയറി പിടിച്ചു. അയ്യോ അങ്ങനെ പോലെ ഇത് സിനിമ തിയേറ്റർ, അത് സിനിമ കണ്ടിട്ടുള്ള റിയാക്ഷൻ അല്ലേ, അത് സന്തോഷിക്കുകയല്ലേ വേണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ ഇട്ട് ബ്രെയിൻ വാഷ് ചെയ്തു. അപ്പോൾ അതിനും വേഗം അവിടെ നിന്ന് ആരും വിളിച്ചു, എടാ അത് മലയാളി, അത് ബംഗാളി അല്ല മലയാളിയാണെന്ന് പറഞ്ഞിട്ട് പിന്നെ അവനെ കണ്ടുമില്ല, അവൻ അവിടുന്ന് മുങ്ങി. ശരിക്കും ആ ക്യാരക്ടർ അത്രയും ഉള്ളിലേക്ക് ചെന്ന് കേട്ടോ. അല്ല എനിക്ക് ഫസ്റ്റ് കേട്ടപ്പോൾ എനിക്ക് അത് മനസ്സിലാക്കിയില്ല. ശരി, അപ്പനമ്മ എന്നാ പറഞ്ഞത് കഴിഞ്ഞപ്പോ? വീട്ടുകാരുടെ ഒക്കെ പ്രസന്റേഷൻ ഒരുപാട് ഉണ്ടായിരുന്നില്ലേ? ഫാദറും മദറും അങ്ങനെ അത്ര പ്രസന്റേഷനും ഇല്ല, അവന്റെ ഇതല്ലേ എന്നുള്ള രീതിയിൽ അങ്ങനെ കൂടുതൽ ഇൻലോസിന്റെ ഒക്കെ ഭാഗത്തുനിന്നായിരുന്നു കൂടുതലും പ്രഷർ കൂടുതൽ. പിന്നെ അതിനുശേഷം എല്ലാവരും നേരിട്ടൊന്നും പറയാനും മേല, നേരിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട്, ധൈര്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഒരു കുഴപ്പമില്ല, ധൈര്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതിനുശേഷം അവർ ഫാമിലി എല്ലാവരും കൂടി വന്നിട്ട് എന്നെ വിളിച്ചിട്ട് പോയിട്ട് തിയേറ്ററിൽ ഒരുമിച്ച് ഇരുന്ന് സിനിമയൊക്കെ കണ്ട് എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്തൊക്കെ വിട്ടു. കാരണം ഞാൻ എടുത്ത തീരുമാനം അവരും അക്സെപ്റ്റ് ചെയ്തെന്നുള്ള ഒരു, കാരണം ആ മൂവി എനിക്ക് അങ്ങനെ ഒരു ഇത് തന്നു, ഹിറ്റായതുകൊണ്ട്. അതല്ലെങ്കിൽ ഇവരെല്ലാവരും എന്നെ ഉറപ്പ്. ഇപ്പൊ ശരിക്കും പറഞ്ഞോണ്ടല്ലോ, നമ്മള് പണ്ടൊക്കെ കുഞ്ഞിലെ ആയിരിക്കുമ്പോഴത്തേക്ക് അച്ഛനും അമ്മയൊക്കെ എന്നാ പറയുന്നതെന്നറിയോ, ഇപ്പൊ പിച്ചക്കാര് വരും നിന്നെ ഇപ്പൊ പിടിച്ചോണ്ട് പോകും, അതായതാന്നൊക്കെ പറഞ്ഞ് നമ്മളെ പേടിപ്പിക്കും. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഏതൊരു അച്ഛമ്മമാരെ ആദ്യം പറയുന്ന മര്യാദയ്ക്ക് നിന്നോ അല്ലെങ്കിൽ നിന്നെ ബംഗാളി പിടിച്ചോണ്ട് പോകുന്ന പറയുന്നത് അല്ലേ? സത്യം. എന്താ വെച്ച് കഴിഞ്ഞാല് ഞാൻ ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഒരു ക്രിക്കറ്റ് C3 എന്ന് പറഞ്ഞ ക്ലബ്ബിൽ ഞാൻ കളിക്കുന്നുണ്ട്, ചാക്കോച്ചനൊക്കെ ഉള്ള ഒരു ക്ലബ്ബാണ്. അപ്പോൾ അവരൊരു മാച്ച് നടക്കുന്ന സമയത്ത് ഞാൻ പോയിരുന്നു. അപ്പം ബിജു മജീദ് എന്ന് പറഞ്ഞൊരു ഡയറക്ടറുണ്ട്, പുള്ളി ഞങ്ങൾ ഒരുമിച്ച് രാവിലെയൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നത്. ഞങ്ങൾ സെൻറ്റ് പോൾസ് എന്ന് പറഞ്ഞ കോളേജിൽ CCL റിലേറ്റഡ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ഒരുമിച്ചാണ് ചെയ്യുന്നത്. പുള്ളി വേഗം വന്ന് എൻ്റെ അടുത്ത് സെൽഫി എടുത്തു. അപ്പോൾ ഞാനും സർപ്രൈസ്ഡ് ആയി, കാരണം ഡയറക്ടറൊക്കെ വന്നിട്ട് നമ്മുടെ സെൽഫി എടുക്കണം എന്താണെന്ന് വിചാരിച്ചു. അപ്പോൾ ചോദിച്ചപ്പോൾ എടാ നീ വല്ല പൊങ്ങൊന്നും വേണ്ട, ഞാൻ എടുത്ത് എന്തിനാന്ന് വെച്ചാൽ എൻ്റെ മോൻ എന്താണെന്ന് അറിയില്ല, ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങി ഡെയിലി ഓട്ടോ ആണ്, റോഡ് ക്രോസ് ചെയ്ത് അപ്പുറം പോകും, വണ്ടികളൊക്കെ അങ്ങോട്ട് കൊണ്ട് പോകണം, അവനൊന്ന് പേടിപ്പിക്കാനാന്ന് പറഞ്ഞു. അപ്പൊ എന്നിട്ട് പുള്ളി എന്നെ വിളിച്ചു, ഇപ്പൊ അവന്റെ റോഡിലോട്ട് ഓട്ടോ ഒന്നും ഇല്ല, അവൻ നീ ബംഗാളി വരും പറഞ്ഞ് പേടിപ്പിച്ച് ഫോട്ടോ കാണിച്ചു കൊടുത്താൽ മതി. അത് ഒരുപാടുണ്ട് അങ്ങനത്തെ.
കാരണം ചില വീട്ടമ്മ എനിക്ക് ഫേസ്ബുക്ക് വഴി മെസ്സേജൊക്കെ അയച്ചിട്ട് ഇങ്ങനെ വീട്ടമ്മമാർ സംസാരിക്കാണ് ഒരുപാട് ഫോണിലൂടെ ഞാൻ നമ്പറൊക്കെ കൊടുക്കുകയും ചെയ്യും അവസാനം എന്നിട്ട് എന്നെ ഫോണിലൂടെയൊക്കെ വിളിച്ച് സംസാരിക്കാറുണ്ട്. അപ്പോൾ അവർ പറയുന്നത് വേറെ ഒന്നുമില്ല, അവരെ മക്കൾ അവരെ പേടിപ്പിക്കാൻ ഭക്ഷണം കൊടുക്കാനൊക്കെ വേണ്ടി പേടിപ്പിക്കാനായിട്ട് പണ്ട് നമ്മൾ മറ്റേ ഉമ്മാക്കി വരും എന്നൊക്കെ പറയില്ല, അതുപോലെ ബംഗാളി വരുന്ന ഈ ഫോട്ടോ ഒക്കെ കാണിച്ച് അതായത് നമ്മുടെ സിനിമയിൽ നിന്നുള്ള ഫോട്ടോ ഒക്കെ എടുത്ത് കാണിച്ചിട്ടാണ് ഈ പറഞ്ഞ പോലെ മക്കളെ ഭക്ഷണം കഴിപ്പിക്കുന്നത്. ഭയങ്കര സന്തോഷമുണ്ട്, നന്നായി ചെയ്തതുകൊണ്ടാണ് അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് നല്ലൊരു സോഷ്യൽ ഇതായാലും നല്ല ഈ കുസൃതി കാണിക്കുന്ന മക്കളൊക്കെ നന്നായി. എനിക്ക് ഏറ്റവും എനിക്ക് ഇത് വന്ന കേസ് ഞങ്ങളവിടെ ഡീകാത്തലോൺ എന്ന് പറഞ്ഞ ഷോപ്പുണ്ട് നമ്മൾ ഈ സ്പോർട്സിൻ്റെ. അപ്പോൾ ഇടയ്ക്ക് കുട്ടികളായിട്ട് പോകും, അവർക്ക് അവിടെ കളിക്കാൻ എന്തെങ്കിലും സാധനങ്ങൾ പർച്ചേസ് ചെയ്യുക അങ്ങനെയൊക്കെ. ഒരു സന്ധ്യ നേരം ഇതുപോലെ പോയപ്പോൾ ഔട്ട്സൈഡ് പ്ലേയിങ് ഏരിയ ഉണ്ട്. അപ്പോൾ കുട്ടികൾ അങ്ങോട്ട് പോയപ്പോൾ ഞാൻ വേഗം പുറകെ പോയപ്പോൾ ഒരു ലേഡി എന്നെ ഇങ്ങനെ സൈഡിൽ, അപ്പോൾ എൻ്റെ ഈ സൈഡിൽ നിന്നാണ് അവരെന്നെ കാണുന്നത്. അവർ ഇതിങ്ങനെ നോക്കിയിട്ട് അവർ വേഗം ധൃതിയിലാണ് നടന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ, ഞാൻ ഇങ്ങോട്ട് വന്ന പിന്നെ എന്തെങ്കിലും ഇതാണെന്ന് വിചാരിച്ചിട്ട് ഞാൻ നോക്കിയപ്പോൾ അവർ വേഗം പോയി കൊച്ചിനെ വിളിച്ചുകൊണ്ട് തിരിച്ചിങ്ങോട്ട് വരും. അപ്പോഴാണ് അവരെൻ്റെ ഫ്രണ്ട് ഫേസ് കാണുന്നത്. അപ്പോൾ തന്നെ അവർ അയ്യോ എന്ന് പറഞ്ഞിട്ട് വേഗം അടുത്തേക്ക് വന്നു. അപ്പൊ വേഗം അടുത്തേക്ക് വന്നു. എനിക്ക് അപ്പൊ മനസ്സിലായി സംഭവം തിരിച്ചു വേഗം വന്നിട്ട് അയ്യോ സോറി ഞാൻ നിങ്ങളെ കണ്ടപ്പോ സൈഡാ കണ്ടപ്പോ ഞാൻ വിചാരിച്ചു ഏതോ ബംഗാളിയാന്ന് വിചാരിച്ചിട്ട് ഞാൻ വേഗം എന്റെ കൊച്ചെവിടെയെന്ന് അന്വേഷിക്കുന്നു. ഞാനത് സത്യം പറഞ്ഞ ഉള്ളിൽ നിന്ന് എന്തോ പോയി, കാരണം എന്റെ മക്കളൊക്കെ തൊട്ടപ്പെടുന്നിട്ട് പിന്നെ അവർ വേഗം അവർ ആക്ച്വലി ഒരു ഡോക്ടേഴ്സ് കപ്പിളാണ്. വേഗം ഹസ്ബൻഡിനെയും പരിചയപ്പെടുത്തി. എന്നിട്ട് അവർ പറഞ്ഞ് ഈ ഭയങ്കര ചേഞ്ചസ് ഉണ്ടായിരുന്നു പറഞ്ഞു അവർ ഈ സിനിമ കണ്ടതിന് ശേഷം. ഇപ്പോൾ ഹസ്ബൻഡാണെങ്കിലും കൂടുതൽ കുട്ടികളെ ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ അതൊരു വലിയൊരു പോസിറ്റീവ്. ശരിക്കും അത് നല്ലൊരു മെസ്സേജ് തന്നെ കൊടുക്കാൻ പറ്റി അല്ലേ? ശരിക്കും എൻ്റെ ഒരു ഫ്രണ്ടും ഇതുപോലെ പറഞ്ഞത്, അവൻ തിയേറ്ററിൽ നിന്ന് സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തൊട്ടടുത്ത് സിനിമ കാണുന്ന ആൾ, അപ്പോൾ പുള്ളി ഇങ്ങനെ ഭയങ്കര ചാറ്റിങ്ങാണ്, മെസ്സേജ് ഇങ്ങനെ അയച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ട്. വേഗം നമ്മുടെ സീക്വൻസ് വന്ന് ആ കൊച്ചിനെ ഇതൊക്കെ ചെയ്യുന്ന കണ്ടുകൊണ്ട് വേഗം പുള്ളിക്കാരൻ ഇത് പയ്യെ സ്ലോ ചെയ്ത് പുള്ളിയുടെ ശ്രദ്ധ അവിടെയായി. പിന്നെ പുള്ളി ചാറ്റിങ്ങെ മാറ്റി വേഗം പുള്ളി അവിടെ നിന്ന് ഇവൻ പറഞ്ഞതാണ് തൊട്ടടുത്തിരുന്ന് ഇവൻ കേട്ടോണ്ടിരിക്കും. വേഗം ഫോൺ വിളിച്ചിട്ട് വൈഫിനെ വിളിച്ചിട്ട് കൊച്ചെവിടെയാണ് മോളെ എവിടെയെന്നൊക്കെ ചോദിക്കുന്നത് കേട്ടിട്ട് പുള്ളിക്കാർ ഭയങ്കര ടെൻഷനായി. അപ്പൊ അപ്പൊ ഞാനപ്പോ എനിക്ക് ഇതൊക്കെ എല്ലാം കേൾക്കുമ്പോൾ നമുക്ക് വലിയ നമ്മളെടുത്ത എഫേർട്ടിന് ഒരു ഭയങ്കര ഒരു സന്തോഷം. പക്ഷെ ഇതൊരു സോഷ്യൽ മെസ്സേജിലേക്ക് നമുക്ക് എന്നാൽ കഴിയുന്ന രീതിയിലേക്ക് വന്നല്ലോ എന്ന് ഓർത്തപ്പോ അതൊരു എന്തൊരു വലിയൊരു ഇത് കിട്ടുന്നേക്കാൾ വലിയൊരു കാര്യം, എന്ത് വലിയൊരു അവാർഡ് കിട്ടുന്നേക്കാൾ വലിയൊരു അപ്രീസിയേഷൻ ആണ് ശരിക്കും. കാര്യം എന്ന് വെച്ചാൽ നമ്മളിപ്പം കേരളയിലൊക്കെ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നതാണ് പിള്ളേരെ നിന്ന് നിപ്പിന് കാണാനില്ല എന്നും പറഞ്ഞു അല്ലേ. ഒരു അപ്പനും അമ്മയ്ക്ക് ഉണ്ടാവുന്ന വേദന എന്ന് പറയുന്നത് ചില്ലറയൊന്നുമല്ല. പിന്നെ ആ കുഞ്ഞുങ്ങളെ അന്വേഷിച്ച് പോവുക. ഇപ്പം ഈ ഒരു സിനിമ കണ്ടു കഴിയുമ്പോൾ തന്നെ നമുക്കൊരു അവയർനെസ് നമ്മുടെ മനസ്സിനകത്ത് തന്നെ വരും ഇല്ലേ. അയ്യോ നമ്മുടെ കുഞ്ഞുങ്ങളെ ഒന്ന് ശ്രദ്ധിക്കണമല്ലോ, അങ്ങനെ അങ്ങ് വിട്ടാലൊക്കെ. ഒന്നാമത്തെ കേസ് നമുക്ക് ശരിക്കും അറിയില്ല ഇതായിരുന്നു. പണ്ടൊക്കെ എൻ്റെ ഒരു വില്ലേജാണ്. അപ്പോൾ നമ്മൾ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ആരൊക്കെയാണ് അവിടെ ഉള്ളത്, അടുത്ത അയൽവാസികൾ ആരാണ്, ഒരു 10 വീടോ 100 വീടോ അപ്പുറത്തുള്ളത് വരെ ആരാണെന്ന് നമുക്കറിയാം. ഇന്നിപ്പോൾ തൊട്ടപ്പുറത്തെ വീട്ടിൽ താമസിക്കുന്നവർ ആരാന്ന് പോലും അറിയാൻ പറ്റില്ല. കാരണം കൂടുതലും ഇതുപോലെ ബംഗാളീസും മറ്റുള്ള അന്യ സംസ്ഥാന ആളുകളാണ്. ഇപ്പൊ നമുക്ക് ധൈര്യപ്പെട്ട് ഇപ്പോൾ വൈഫാണെങ്കിൽ പറയും ധൈര്യപ്പെട്ട് കുട്ടികൾ ഇപ്പം മദ്രസ സ്കൂള് പിന്നെ വണ്ടിയിൽ പോയി വണ്ടിയിൽ വരുന്നു. മദ്രസ എന്ന് പറഞ്ഞാൽ നടന്നു വരുന്നു. അവിടുന്ന് പോയി തിരിച്ചു വരുമ്പോഴൊക്കെ ടെൻഷനാണ്. ഒരു 10 മിനിറ്റോ 5 മിനിറ്റോ വൈകി അപ്പൊ ടെൻഷനാണ്. കുട്ടികൾ എവിടെ, അതൊരു ശരിക്കും പറഞ്ഞാൽ ഭയങ്കര. ഞാനാണെങ്കിലും വിളിച്ച് ചോദിക്കും മക്കളെ എവിടെ എത്തിയോ. അപ്പോൾ മാക്സിമം ഞാൻ പറഞ്ഞേക്കുന്ന അധികം പുറത്തേട്ട് വിടണ്ട, നമ്മളുടെ ഉത്തരവാദിത്തമുള്ളൂ, നമ്മളെ ശ്രദ്ധക്കുറവാണല്ലോ അത്, നമ്മളാണല്ലോ ശ്രദ്ധിക്കേണ്ടത്. ബാക്കി ഒന്ന് സംഭവിക്കുന്നേക്കാൾ ഉപരി വരാൻ പോണതിന് മുന്നേ പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറഞ്ഞാണ് സത്യം, അതാണ് റിയാലിറ്റി. അപ്പൊ അത് ആണ് എല്ലാവരും ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഓഡിയൻസിനോടും പറയാനുള്ള ഒരു കാര്യം അതാണ്. എന്താണ്, നമ്മൾ മാക്സിമം ശ്രദ്ധിക്കുക. നമ്മളൊന്ന് വന്നതിന് ശേഷം സങ്കടപ്പെടുന്നതിലോ നമ്മളൊരു പ്രതികാരം ചെയ്യുന്നതിലോ ഒന്നല്ല കാര്യം. ഈ പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ ശരിക്കും നമ്മളെല്ലാവരും നമ്മുടെ മനസ്സിൽ കരുതേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ശ്രദ്ധിച്ചാൽ കുറേ കാര്യങ്ങൾ നമുക്ക് അങ്ങനെ തന്നെ അവോയ്ഡ് ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് ഈ സിനിമ കഴിഞ്ഞിട്ട് ഉള്ളതിലെ കുറേ റിയാക്ഷൻസാണ് ഈ ചാറ്റിങ്ങും ഇതൊക്കെ. അറിയാലോ ഇന്നത്തെ നമ്മുടെ ലൈഫേ തന്നെ മാറി. ഫുൾ ഈ പറഞ്ഞ പോലെ സോഫ്റ്റ്വെയർസിന്റെ കാലമാണ്. അപ്പം അത്രയും അഡ്വാൻസ്ഡ് ആയിട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അതിൽ എനിക്ക് പറയാനുള്ളത് കുറച്ചു നേരം നമ്മൾ മക്കളിലേക്ക് നമ്മൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ അതാണ് നമ്മുടെ ഉത്തരവാദിത്തമായിട്ട് തന്നെ കരുതിയിട്ട് അവരെ നമ്മളൊരു ലെവലിൽ എത്തിക്കുന്നത് വരെ നമ്മളുടെ ഉത്തരവാദിത്തമാണെന്നുള്ള രീതിയിൽ അവർക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു കാര്യം, എന്തൊക്കെ നമ്മൾ തിരക്കുണ്ടെങ്കിലും കുട്ടികൾക്ക് വേണ്ടി കുറച്ച് സമയം മാറ്റി വെച്ച് അവരിൽ നിന്ന് അവരോട് സംസാരിച്ച് അവരുടെ കാര്യങ്ങൾ അറിയുക. അവർക്ക് എന്തെങ്കിലും പറയാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഏതെങ്കിലും രീതിയിൽ ഇപ്പോൾ വൈഫ് വഴിയാണെങ്കിലോ അല്ലെങ്കിൽ ചിലപ്പോൾ ഗ്രാൻഡ് മദേഴ്സിനോട് തുറന്ന് പറയാൻ പറ്റുന്നവരുണ്ടാവും, അവർ വഴിയാണെങ്കിലും അതൊക്കെ റിവീൽ ചെയ്യിക്കുക, അതിനുവേണ്ടി സൊല്യൂഷൻ കണ്ടെത്താം.
ഒന്ന് സംഭവിച്ചതിന് ശേഷം പിന്നെ നമ്മൾ ദുഃഖിതരാവുന്നതിനേക്കാൾ നല്ലതാണ് സംഭവിക്കാതിരിക്കട്ടെ എന്നും ഞാൻ ഈ ഒരു അവസരത്തിൽ പ്രാർത്ഥിക്കുകയാണ്. ഇപ്പൊ ഷെഫീഖ് പറഞ്ഞ പോലെ ഒരു കാര്യമുണ്ട് കേട്ടോ, ഇപ്പൊ എന്നാ ഉണ്ടെങ്കിലും നമ്മൾ ആപ്സിൽ കൂടെ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജസ് എത്തിക്കുകയും എല്ലാ കാര്യങ്ങളും നടത്തുന്ന ആപ്സിൽ കൂടെ. പക്ഷെ എനിക്ക് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യം എന്താണെന്നറിയോ, എൻ്റെ ഈ ഭക്ഷണം മാത്രം അത് ചെയ്യാൻ പറ്റത്തില്ല, അത് നേരിട്ട് മുന്നേ വന്നിരുന്നാലേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ അതിനും ആപ്പ് ഉണ്ട്, നമ്മൾ ആപ്പ് കൊടുത്തു കഴിഞ്ഞാൽ ഓർഡർ വരും. അത്രയല്ലേ ഉള്ളൂ. പക്ഷെ ഇങ്ങനെ ഒന്നിരുന്ന് കഴിക്കണമെങ്കിൽ ഭക്ഷണം മുമ്പ് വന്നാലേ പറ്റുള്ളൂ. അത് ആപ്പിൽ കൂടെ ഒന്നും എടുക്കാനൊക്കെ. ഞാൻ സത്യം വന്നപ്പോ ഞാൻ ആദ്യം കഴിട്ട് എടുക്കാമെന്ന് വിചാരിച്ചപ്പോ സമ്മതിച്ചില്ല. എന്നാ ഞാൻ ഒരു കാര്യം ചെയ്യാം, ഞാൻ വിളമ്പുന്നില്ല, എടുത്തോ. ഉണ്ടാക്കിയാണോ? ഞാനിപ്പോ വില്ലൻ ആവണോ? നല്ല ടേസ്റ്റ് ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. സൂപ്പർ ആയിട്ടുണ്ട്, ഭയങ്കര നല്ല ടേസ്റ്റ്. സീരിയസ്ലി സത്യം പറഞ്ഞാണ് കേട്ടോ. എന്റെ പ്രേക്ഷകർ കണ്ടതാ ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നത്. അയ്യോ അതാണ് ഞാൻ വന്നതിന് മുന്നേ ഉണ്ടാക്കിയില്ല, അതാണ് എന്റെ പ്രേക്ഷകർ കണ്ടല്ലോ. അപ്പൊ എനിക്ക് ഒരിക്കലും അവരെ ചതിക്കാൻ പറ്റില്ലല്ലോ. അടിപൊളി, സൂപ്പർ, സിൻസിയർ ആയിട്ട് പറയുന്ന. ഓക്കെ, ഞാൻ നല്ലൊരു ഭക്ഷണ പ്രിയനാണ്. നമുക്ക് കഴിക്കുന്നത് എത്രയാണോ ക്വാണ്ടിറ്റി അത് ഫിനിഷ് ചെയ്ത് കഴിക്കാന്നുള്ള അങ്ങനത്തെ ഒരു ആസ്വദിച്ച് കഴിക്കും, ടൈം എടുത്ത് കഴിക്കും. എല്ലാവരും ചിലപ്പോൾ എൻ്റെ ഒപ്പം ഇരുന്ന് കഴിക്കുന്നവർ ചിലപ്പോൾ എഴുന്നേറ്റ് പോയാലും ഞാൻ ഇങ്ങനെ കഴിച്ചോണ്ടിരിക്കും. അവരായിരിക്കും ഞാൻ ഭയങ്കര ക്വാണ്ടിറ്റി കഴിച്ചെന്നായിരിക്കും. പക്ഷെ അതല്ല, അതെ, എന്തെങ്കിലും ഈ ഇപ്പം വല്ല കല്ലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് കിട്ടും. ഈ ചവച്ച് അരച്ച് ഇങ്ങനെ കഴിക്കുന്നത് ദഹനം പെട്ടെന്ന് നടക്കും. പിന്നെ ടൈം എടുത്ത് ഒരുപാട് ടൈം എടുക്കില്ലെങ്കിൽ കൂടി നമ്മൾ ആസ്വദിച്ച് അതിനെ മാക്സിമം ഉപദ്രവിക്കാതെ സന്തോഷത്തോടെ തൃപ്തിയോടെ ഇറക്കും. അതാണ് സത്യം അല്ലേ? അല്ല ഞങ്ങളെ പോലെ ആക്രാന്തം മൂത്ത് ഇങ്ങനെ വലിച്ചു വരെ കഴിക്കില്ല. അല്ല അത് മാത്രമല്ല, എനിക്കിപ്പോ എവിടെയെങ്കിലും പോയിട്ട് ഒരു ഫുഡൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞാൻ അതുപോലെ വൈഫിനോട് പറയും ഉണ്ടാക്കാനായിട്ട്. അപ്പൊ അവള് ഇതുപോലെ ഉണ്ടാക്കാനായിരിക്കില്ലേ, അത്യാവശ്യം നന്നായിട്ട് ഉണ്ടാക്കും. ഈ പറഞ്ഞ ഇതുപോലെ പരീക്ഷണങ്ങൾ പറയുമ്പോൾ അതിന് ചെയ്യാനുള്ള ഒരു മനസ്സുണ്ട്. ശരിക്കും ഞാൻ പറയട്ടെ, ഭക്ഷണത്തില് ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങളും ഒരുപാട് വിഭവങ്ങളും ഉള്ളത് മുസ്ലിം കാറ്റഗറിയിലാണ്, ഇഷ്ടം പോലെ. അത് നോൺ വെജില് എനിക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മൾ കേൾക്കാത്ത കുറേ സാധനങ്ങൾ ഇങ്ങനെ ദിവസം മാറിക്കൊണ്ടിരിക്കും അല്ലേ? അവിടെ ഉമ്മച്ചിയൊക്കെ അങ്ങനെ ചെയ്യും. ഉമ്മ ഗ്രാൻഡ് മദറൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് മരിച്ചുപോയി പാവം, ശരിക്കും ഒരുപാട് നല്ല വെറൈറ്റി ഡിഷസ് പണ്ടൊക്കെ എന്ന് വെച്ചാൽ നമുക്കൊരു പെരുന്നാളോ ഇതൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു ആഘോഷം തന്നെയാണ്. ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുക, മീൻസ് അതൊരു നോൺ വെജ് അല്ലേ ഏറ്റവും കൂടുതൽ? അതെ, നോൺ വെജ് ആണ് കൂടുതലും കഴിക്കുന്നത്. എന്ന് വെച്ചാൽ അത് ചെറുപ്പം മുതൽ അങ്ങനെ ആയതുകൊണ്ടാണ്. പക്ഷെ നമ്മൾ എന്തെങ്കിലും ഇടയ്ക്ക് ആഗ്രഹിക്കും. അപ്പൊ നമ്മൾക്ക് ഈ സദ്യ ഉള്ള കല്യാണങ്ങൾ കഴിയുന്നത് നമ്മൾ അവോയ്ഡ് ചെയ്യാറില്ല, കാരണം മാക്സിമം പോകും. സദ്യ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. നോൺ വെജ് തിന്ന് വെജിറ്റേറിയൻ കഴിക്കാനായിട്ട് ഇഷ്ടം തോന്നുന്നത്. ഈ സെലിബ്രിറ്റി ക്രിക്കറ്റിലൊക്കെ ഇറങ്ങിയപ്പോൾ ഉണ്ടായ ഒരു എക്സ്പീരിയൻസ് ശരിക്കും ഫൈനൽ വരെ എത്തിയതോ എന്തൊക്കെയല്ലായിരുന്നു? സെലിബ്രിറ്റിയില് എനിക്ക് നല്ലൊരു വർഷം കിട്ടിയിട്ടുണ്ട്. 2014, അതായത് CCL 4-ൽ എനിക്കൊരു ഭാഗ്യം കിട്ടിയത് ബാംഗ്ലൂർ നടന്ന മാച്ച് ലാസ്റ്റ് ഇതുപോലെ 3 റൺസ് എടുത്ത് ജയിപ്പിക്കാൻ പറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ കൊച്ചിയിൽ നടന്ന മാച്ച് ഇതുപോലെ ലാസ്റ്റ് ഓവർ എറിഞ്ഞ് ഒരു വലിയൊരു ഭാഗ്യമായിട്ട് കരുതുന്നു. കാരണം നമുക്ക് എപ്പോഴും ഫീൽ ചെയ്യുന്ന ഒരു കാര്യം, നമ്മളല്ല ചെയ്യുന്ന, നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം അതൊരു വലിയൊരു ഭാഗ്യം തന്നെ നമുക്ക് അങ്ങനെ കിട്ടുക എന്നുള്ളത്. പിന്നെ ആ സമയത്ത് നമുക്കതൊരു വിവേകമായിട്ട് ചെയ്യാൻ പറ്റുന്നത് തന്നെ ദൈവാനുഗ്രഹം കൊണ്ടാണല്ലോ. അല്ലെങ്കിൽ നമുക്ക് മിസ്റ്റേക്ക് പറ്റി കഴിഞ്ഞാൽ ഇത്രയും ആളുകളുടെ മോശം കമന്റ് കേൾക്കുകയും വേണം. അപ്രീസിയേഷൻ കിട്ടുന്ന പോലെ തന്നെ ഒപ്പോസിഷൻ വരും ഉറപ്പായിട്ടും. അപ്പൊ അതിന് ഒരു ഭാഗ്യം എന്താണെന്നറിയില്ല, കുറെ ഭാഗ്യങ്ങളൊക്കെ അങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഉണ്ട് സത്യം. ഞാൻ അതുപോലെ അങ്ങനെ പ്രാർത്ഥന കാര്യങ്ങളൊന്നും അങ്ങനെ മുടക്കാറില്ല. സിനിമയൊക്കെയാണെങ്കിലും അത് കീപ്പ് ചെയ്തു. സിനിമേന്റെ ഒരു പാഷൻ അതൊരു വേറൊരു ഇതായിട്ട് കരുതുന്നു. പിന്നെ നമ്മളുടെ ചെറുപ്പം മുതലേ അങ്ങനെ ഒരു ഫാമിലിയാണ് വളർന്നു വന്നേക്കുന്നത്. അതുകൊണ്ട് അത് നമ്മളെ പഠിപ്പിച്ചേക്കുന്ന അങ്ങനെയാ അല്ലേ? അതുകൊണ്ടാണ് നമ്മൾ ബോൺ ആൻഡ് ബ്രോട്ട് ലൈക്ക് ദാറ്റ്. അതുകൊണ്ട് നമുക്ക് അതിൽ നിന്നൊട്ട് മാറാനും ഒക്കെ അല്ല. നമ്മുടെ സംസ്കാരവും നമ്മുടെ ട്രഡീഷനും എല്ലാം നമ്മുടെ കൂടെ തന്നെ എപ്പോഴും ഉള്ളതല്ല. അതല്ലേ നമുക്ക് നെക്സ്റ്റ് ജനറേഷനിലേക്ക് പകർന്നു കൊടുക്കാൻ ഒക്കത്തുള്ളൂ. നമ്മൾ എന്ത് കാണിക്കുന്നു അതാണ് നമ്മുടെ മക്കൾ പഠിക്കുന്നത്. അല്ലെങ്കിൽ അവരെ പിന്നെ നാളെ നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നേ അവർക്ക് കിട്ടത്തുള്ളൂ. സത്യം. ഇപ്പം ഞാൻ ഒരു കാര്യമുണ്ട് കേട്ടോ, നമ്മൾ നമ്മുടെ വില്ലനോട് സംസാരിച്ചപ്പം ശരിക്കും അതിനകത്തുള്ള വില്ലനേ അല്ല നമ്മുടെ മുമ്പിലിരുന്ന് വർത്താനം പറയുന്നത്.
ഇത് ഭയങ്കര ഉത്തരവാദിത്തമുള്ള ഒരു അപ്പൻ, ഒരു എന്നാ പറയുക, ഒരു കുടുംബത്തെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം അതിൻ്റെ ഒരു തത്രപ്പാടിലൊക്കെ ഇങ്ങനെ ഓടുക അല്ലേ. ഭയങ്കര കമ്മിറ്റ്മെൻ്റ് ഉള്ള ആളാണ്. മീൻ സോഷ്യലായിട്ടും ഇപ്പോൾ ഒരു ഫിലിം നമ്മൾ ചെയ്തു, ആ ക്യാരക്ടർ ആണെങ്കിൽ പോലും ഇപ്പം നമ്മുടെ പ്രേക്ഷകർക്ക് ഒരു നല്ലൊരു മെസ്സേജ് കൊടുത്ത് നമ്മൾ അറ്റൻറ്റീവ് ആയിരിക്കണം ഏത് സമയത്തും. പിന്നെ മാത്രമല്ല ലൈഫിനെ ഏറ്റവും കൂടുതൽ ചാലഞ്ചിങ് ആയിട്ട് നേരിടാൻ പറ്റും എന്നുള്ളത് ശരിക്കും ഒരു എക്സാമ്പിൾ ആയിരുന്നു കേട്ടോ. ശരിക്കും ആ ഒരു പ്രഷറും എല്ലാം കൂടെ കേട്ടപ്പോൾ എനിക്ക് തന്നെ ഒരു വട്ടായി പോയി. എനിക്കേ ഒരുമാതിരി ആയെങ്കിൽ ആ അനുഭവിച്ച ഒരാൾക്കുണ്ടാവുന്ന ഒരു നിമിഷത്തെക്കുറിച്ച് ഞാൻ പറയാതിരിക്കുക നല്ലത്. എന്തായാലും ഒരു കാര്യമുണ്ട്, ഇവിടെ വന്ന് ഇത്രയും പറഞ്ഞു തന്നാലും ഐ എം സോ താങ്ക്ഫുൾ. താങ്ക് യു വെരി മച്ച്. എന്തായാലും ഷഫീഖ് ഒരുപാട് പ്രഷറിൻ്റെ ഇടയിൽ കൂടിയാണ് ഒരു ആക്ടറായത്. ചെയ്ത ഫിലിമാണെങ്കിൽ സൂപ്പർ ഡൂപ്പർ ഹിറ്റായി. ആ ക്യാരക്ടർ ഇപ്പം ഇനി ഒരൊറ്റ മലയാളികളും മറക്കുകയില്ല. അത് ശരിക്കും ഒരു മെസ്സേജ് പോലെയാണ് വന്നേക്കുന്നത്. ഇനിയും ഞങ്ങളുടെയൊക്കെ ഒരു ആഗ്രഹം ഞങ്ങൾ പറയട്ടെ, ഇതേപോലെ ആർക്കും മറക്കാനാവാത്ത ഒരു ക്യാരക്ടേഴ്സ് ഇഷ്ടം പോലെ കിട്ടട്ടെ. അത് ദൈവം തമ്പുരാൻ തരട്ടെ. അത് ദൈവത്തോട് ഞാനും എൻ്റെ പ്രേക്ഷകരും എല്ലാവരും പ്രാർത്ഥിക്കും. ഉറപ്പ്. ഓഡിയൻസ് എല്ലാവരും എൻ്റെ വരാനിരിക്കുന്ന സിനിമകൾ കാണണം. അടുത്തിറങ്ങാൻ പോകുന്ന സ്ട്രീറ്റ് ലൈറ്റ് എന്നുള്ള മമ്മൂക്ക മൂവിയാണ്. അതുപോലെ ഇനി ചെയ്തേക്കുന്നതും ചെയ്യാൻ പോകുന്നതും 2 തമിഴ് മൂവികളുണ്ട്. ഇതിൽ അപ്പിയറൻസ് കണ്ടപ്പം നിങ്ങൾക്ക് പല രീതിയിൽ തോന്നാം. ഈ മാം പറഞ്ഞ പോലെ തന്നെ ഉള്ള നല്ലൊരു ആളുകളുടെ മനസ്സിലേക്ക് കയറുന്ന രീതിയിലുള്ള, അല്ലെങ്കിൽ പേടി ഉണ്ടാക്കുന്ന രീതിയിലുള്ള ക്യാരക്ടേഴ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നല്ല രീതിയിൽ ചെയ്യാൻ പറ്റട്ടെ. അതിനെല്ലാം നിങ്ങളുടെ പ്രാർത്ഥനയും പ്രോത്സാഹനവും അനുഗ്രഹവും വേണം. എന്നും എൻ്റെ കൂടെ ഉണ്ടാവണം. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിക്കുന്നു. ഒരു കാര്യം ചോദിച്ചിട്ട്, എല്ലാവരും പേടിപ്പിക്കാന്നൊന്ന് ഇറങ്ങിയേക്ക് വന്നോ? ഞങ്ങൾ ഒന്ന് കണ്ടേ പേടിച്ച് വയ്യ. എനിക്ക് വേറൊരു മൂവി ഇതുപോലെ നല്ല മെയിൻ ഒരു സ്റ്റാറിൻ്റെ ഒപ്പം ഒരു സെക്കൻഡ് ഹീറോ എന്നുള്ളൊരു രീതിയിലൊരു ഓഫർ വന്നിട്ടുണ്ട്. അതും പക്ഷേ ഞാൻ ചുമ്മാ പറഞ്ഞേട്ടോ, എന്നാന്നറിയോ, ഒരു ക്യാരക്ടർ ചെയ്യുമ്പോൾ എത്രയായാലും ഒരു ആർട്ടിസ്റ്റ് അങ്ങനെ തന്നെ വേണം. പക്ഷെ എന്നാന്നറിയോ, ആ ക്യാരക്ടർ ഞങ്ങളുടെയൊക്കെ മനസ്സിൽ കിടക്കുന്നോണ്ട് പിന്നെ ഒരു പേടി, അടുത്ത പേടിക്കണമല്ലോ. അതല്ല വെച്ചാൽ നമുക്ക് ഏറ്റവും കൂടുതൽ ആളുകളുടെ മനസ്സിലോട്ട് കയറാൻ പറ്റുന്ന നെഗറ്റീവ് ക്യാരക്ടേഴ്സ് ആണ് ആദ്യം രജിസ്റ്റർ ആവുന്നത്. നമുക്ക് റിസ്ക്കും കുറവാണ്. ധൈര്യമായിട്ട് നമുക്ക് ചെയ്തു പോവാം. അപ്പോൾ എൻ്റെ അടുത്ത് പലരും ചോദിച്ചിട്ടുള്ളതാ, വില്ലൻ മാത്രമേ ചെയ്യുള്ളൂ. അങ്ങനെയൊന്നുമില്ല. നമുക്ക് പറ്റുന്നതാണെങ്കിൽ, നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ചെയ്യാൻ പറ്റാത്തതാണ് ചെയ്യാതിരിക്കുക. എന്തായാലും വില്ലൻ ക്യാരക്ടേഴ്സ് കിട്ടിയാൽ പോലും ഷഫീഖ് അങ്ങനത്തെ ഒരാളല്ല എന്നുള്ള ഈ ഒരൊറ്റ വർത്താനത്തിൽ കൂടെ നമുക്ക് മനസ്സിലായി. ബൈ പേഴ്സൺ നല്ലൊരു ഫാമിലി പേഴ്സൺ ആണ്, നല്ലൊരു കുടുംബത്തിൽ ജനിച്ച് നല്ല ട്രഡീഷനും നല്ല കൾച്ചറും മനസ്സിലാക്കി വളർന്ന ഒരു പയ്യനാണ്. അതുകൊണ്ട് നമുക്ക് ആ ഒരു ഇംപ്രഷൻ എന്തായാലും ഈ നമ്മുടെ ആനീസ് കിച്ചൺ കണ്ടോടുകൂടി അതങ്ങ് മാറും കേട്ടോ. അത്ര വില്ലനും മറ്റൊന്നും അല്ല കേട്ടോ, പാവം, എ പേഴ്സൺ ഓഫ് എ ഗുഡ് ഫാമിലി. അതുകൊണ്ട് ഒരു ടെൻഷനും ഇല്ല. എന്തായാലും ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതുപോലെ ഇഷ്ടംപോലെ മനസ്സിൽ രജിസ്റ്റേർഡ് ആവുന്ന ഇഷ്ടംപോലെ ക്യാരക്ടേഴ്സ് വരട്ടെ. പിന്നെ ഒരു നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാവട്ടെ. അതേ ഞങ്ങൾക്ക് ഇപ്പം പ്ലസ് ചെയ്യുവാണ്, ഞാൻ മാത്രമല്ല എൻ്റെ പ്രേക്ഷകരും. താങ്ക് യു വെരി മച്ച്. ഇനി ഇതേപോലെ ഒത്തിരി ബിസി ആയതിനു ശേഷം പിന്നെ വരണം കേട്ടോ ഞങ്ങൾ. ഞാൻ ഫാമിലി ആയിട്ട് വരും. പിന്നെ താങ്ക് യു വെരി മച്ച്. താങ്ക് യു.